കർത്താവ് കൈ നീട്ടി, പത്രോസ് ഒരൊറ്റ ചാട്ടം വെള്ളത്തിൽ ചാടി. അപ്പൊ കർത്താവിനെ നോക്കുന്നത് അത്ഭുതപ്പെട്ടിങ്ങനെ കർത്താവിനെ നോക്കി വെള്ളത്തിലോട്ട് ഇറങ്ങി. ഒന്നും അറിഞ്ഞില്ല. വെള്ളത്തിന് മീതെ ഇങ്ങനെ നടന്ന് പോകുമ്പോഴാണ് നല്ലൊരു കാറ്റടിച്ചു. അപ്പൊ കാറ്റിനെ നോക്കി. അപ്പൊ വെള്ളം ഒന്ന് പൊങ്ങി, വെള്ളത്തെ നോക്കി. അപ്പൊ തിരിഞ്ഞു നോക്കിയപ്പോ യാത്ര ചെയ്ത വഞ്ചി ഇങ്ങനെ കൊലയുന്നു. വഞ്ചിയെ നോക്കി, വെള്ളത്തെയും കാറ്റിനെയും കാറ്റടിച്ച ദിശയെയും ഒക്കെ നോക്കിയപ്പോ കർത്താവിൽ നിന്നുള്ള നോട്ടം മാറി, തണുപോയി. അവന്റെ മുഖത്ത് നോക്കിയവർ പ്രകാശിതരായി. അതായത് എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോ പ്രശ്നത്തിലേക്ക് നോക്കരുത്, കർത്താവിലേക്ക് നോക്കണം. ഈ ക്രൈസിസിലേക്ക് നോക്കരുത്, ക്രൈസ്റ്റിലേക്ക് നോക്കണം. ഈ പ്രശ്നത്തിലേക്ക്, പ്രതികൂലത്തിലേക്ക് അല്ല നോക്കണം. അത് പ്രശ്നം വരുമ്പോ ഈ പ്രശ്നം തന്നെ ചിന്തിച്ചോണ്ടിരുന്ന മനുഷ്യന് നിരാശ വരും. ഇങ്ങനെ ചിന്തിക്കണം, കർത്താവ് അവൻ അനന്ത ജ്ഞാനമാണ്, അനന്ത നന്മയാണ്, സർവശക്തനാണ്. അവന്റെ മുഖത്ത് നോക്കിയാൽ ഞാൻ താണുപോവില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് ജീവിതമാണ്. അപ്രതീക്ഷിതമായി ജീവിതത്തിൽ എന്തും സംഭവിക്കാം. ഒരു ഫോൺ കോൾ പോരെ ജീവിതം മാറാൻ? ഒരു ഫോൺ കോൾ, ഒരു ടെക്സ്റ്റ് മെസ്സേജിന് നിങ്ങളുടെ തലവര മാറ്റി എഴുതാം. 3 സെക്കൻഡ് 4 സെക്കൻഡ് നീളുന്ന ഒരു സന്ദേശത്തിന് നിങ്ങളുടെ ഭ്രമണപഥത്തെ തകിടം മറിക്കാം. എത്ര നേരം വേണം ഒരു മനുഷ്യന്റെ ജീവിതം മാറാൻ? എത്ര നാഴിക? അരനാഴിക നേരം വേണ്ട. Within the fraction of a second your destiny will change. അപ്പൊ അതുകൊണ്ട് ജീവിതമാണിത്. ജീവിതമായതുകൊണ്ട് ഈ ജീവിതത്തിൽ എപ്പോഴും സന്തോഷമാവണമെന്നില്ല. വസന്തം ഗ്രീഷ്മത്തിനും, ഗ്രീഷ്മം ശിശിരത്തിനും, ശിശിരം ഹേമന്തത്തിനും വഴിമാറും. കാലപ്പകർച്ചകൾ ജീവിതത്തിൽ വരും. മഴ മാറി വേനൽ, വേനൽ മാറി മഴ, ദുഃഖം മാറി സന്തോഷം, സന്തോഷം മാറി ദുഃഖം. ജീവിതത്തിന്റെ പ്രത്യേകതയാണിത്. 34 സങ്കീർത്തനം പറയുകയാണ്, നമുക്ക് കർത്താവിന്റെ മുഖത്ത് മാത്രം നോക്കാം, നമുക്ക് ഈ പ്രശ്നത്തെ നോക്കണ്ട. കർത്താവേ, ഞങ്ങൾ നിന്റെ മുഖത്തേക്ക് നോക്കുന്നു. ഇതാ ഞങ്ങൾ നിന്റെ മുഖത്തേക്ക് നോക്കുന്നു. ഞങ്ങൾക്ക് ഉത്തരം കർത്താവിൽ നിന്നാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനം പറയുന്നത്, ഞാൻ എവിടേക്ക് നോക്കും? വലത്തോട്ട് തിരിഞ്ഞു നോക്കി എന്നെ സഹായിക്കാൻ ആരുമില്ല. ഇടത്തോട്ട് തിരിഞ്ഞു നോക്കി എന്നെ അറിയുന്നവരാരുമില്ല. ചെങ്കടലിന് മുമ്പിൽ നിന്നൊരു ജനത, പുറകിലേക്ക് നോക്കിയാൽ ഫറവോ, മുമ്പിലേക്ക് നോക്കിയാൽ ആർത്തിരമ്പുന്ന ഒരു കടൽ, വശങ്ങളിലേക്ക് നോക്കിയാൽ ഉയർന്നു നിൽക്കുന്ന മലനിരകൾ, രക്ഷപ്പെടാനാവാതെ ഒരു ചതുരംഗക്കളത്തിനെന്നവണ്ണം പൂട്ടപ്പെട്ടു നിന്നൊരു ജനത. അതുകൊണ്ട് മുമ്പിലേക്ക് നോക്കാതെ, പിമ്പിലേക്ക് നോക്കാതെ, ഇടത്തേക്കോ വലത്തേക്കോ നോക്കാതെ അവർ ഉന്നതങ്ങളിലേക്ക്, മുകളിലേക്ക് നോക്കി. അപ്പോൾ ദൈവം പറഞ്ഞു, നിന്റെ വടി നീട്ട്, കടൽ രണ്ടാവും. So there is a way, and the way is on the way. There is a solution to every problem. Jesus has a solution. Jesus will solve. അവന്റെ മുഖത്ത് നോക്കണം, കർത്താവിന്റെ മുഖത്ത്. വേറെ ആരും നോക്കരുത്. അച്ഛനെ നോക്കരുത്, കന്യാസ്ത്രീയെ നോക്കരുത്, ധ്യാനഗുരുവിനെ നോക്കരുത്, കൗൺസിലറെ നോക്കരുത്. You have to only look up to that radiant face, that almighty hand, which will never forsake, abandon, which will never forsake your life. There is only one hand, that's stronghold. ഞാൻ കർത്താവേ നിന്റെ മുഖത്തേക്ക് നോക്കുന്നു. പറ, ഞാൻ കർത്താവേ നിന്റെ മുഖത്തേക്ക് നോക്കുന്നു. അപ്പനും അമ്മയും ഞെരുങ്ങുമ്പോഴാണ് മക്കൾക്ക് സങ്കീർത്തനം കിട്ടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ആരുടെയെങ്കിലും ഞെരുക്കത്തിൽ നിന്നാണ് തിരുവെഴുത്തുകൾ വരുന്നത്, അഭിഷേകം വരുന്നത്, അനുഗ്രഹം വരുന്നത്. വിരുന്ന് വിളമ്പി വെക്കുമ്പോ ഓർക്കണം, എരിഞ്ഞ് കത്തിയ വിറകുണ്ട് ഓരോ വിരുന്നിന്റെയും പിന്നിൽ. വിറക് കൊള്ളി എരിഞ്ഞ് കത്തിയിട്ടുണ്ട്. അങ്ങനെ കത്തിച്ചാമ്പലായ ആ അഗ്നിയിൽ നിന്നാണ് വിഭവസമൃദ്ധമായ വിരുന്നുകൾ ഉണ്ടായത്. ദൈവം അനന്ത നന്മയാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് തിന്മ വരില്ല, ദൈവം ദോഷം തരില്ല. അപ്പൊ നമ്മൾ പറയും, അപ്പൊ ഈ വന്ന ദോഷമോ, അപ്പൊ ഇപ്പൊ വന്ന ഈ ദുരിതമോ, ഇപ്പൊ വന്ന ഈ കണ്ണുനീരോ? ദൈവം അനന്ത നന്മയാണ്. അതുകൊണ്ട് എന്ത് തകർച്ച വന്നിട്ടുണ്ടെങ്കിലും ആ തകർച്ചയുമായി കർത്താവിന്റെ അടുത്ത് ഇങ്ങനെ ചേർന്ന് നിന്നാൽ ഈ തകർച്ച ബ്ലെസ്സിംഗ് ആയിട്ട് മാറും. ദൈവത്തിന് തെറ്റ് പറ്റില്ല, ഒരിക്കലും ദൈവത്തിന് തെറ്റില്ല. എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? നമ്മൾ ദൈവത്തെ പിടിച്ചാൽ നമുക്കും തെറ്റില്ല. ഇനി നമുക്ക് നമ്മുടെ മണ്ടത്തരത്തിന്
തെറ്റിയാ തന്നെ ഇവൻ അത് ശരിയാക്കി തരും. ഞാൻ ദൈവത്തെ തേടി അവിടുന്ന് എല്ലാ ഭയത്തിൽ നിന്നും എന്നെ വിമോചിപ്പിച്ചു, എല്ലാ പേടി. അപ്പോ ഒരു കാര്യം ആ വ്യക്തിക്ക് മനസ്സിലായി, കർത്താവിന്റെ കൂടെ നിന്നാൽ ദൈവം അനന്ത നന്മയാണ്. അതുകൊണ്ട് ദൈവം നന്മയാക്കി മാറ്റി തരും. ദൈവം അനന്ത ജ്ഞാനമാണ്. എനിക്ക് പറ്റിയ മണ്ടത്തരങ്ങൾ പോലും ദൈവം ശരിയാക്കി തരും. ദൈവം സർവശക്തനാണ്. ഞാൻ കാണാത്ത വഴികൾ ദൈവത്തിന്റെ മനസ്സിൽ. വചനത്തിന്റെ പ്രത്യേകത, വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആ വചനത്തിന്റെ ശക്തി എന്താണോ അത് കേൾക്കുന്നവരിൽ വന്ന് വ്യാപരിക്കും. ഈ വചനം എന്ത് നിങ്ങളിൽ നിറയണമെന്ന് ഈ വചനത്തിൽ ദൈവം ഉദ്ദേശിക്കുന്നു, അതിപ്പോൾ ഇവിടെ സംഭവിക്കും. ലോകത്ത് മറ്റൊരു കാര്യത്തിനും അങ്ങനെ ഒരു ശക്തിയില്ല. ഈ വചനം അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ ശക്തി നമ്മളിൽ വന്ന് നിറയും. സാധാരണ 91 സങ്കീർത്തനം നിങ്ങൾ സംരക്ഷണ പ്രാർത്ഥനയായിട്ട് ചൊല്ലുന്നില്ലേ? അതുപോലെ ഒരുപക്ഷെ അതിനേക്കാൾ ശക്തിയോടെ സംരക്ഷണത്തിന് പ്രാർത്ഥിക്കാവുന്ന ഒരു പ്രാർത്ഥനയാണ് 34 സങ്കീർത്തനം. ശരിക്കും എക്സോർസിസത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. പൈശാചിക ബാധകൾക്കെതിരെ ഉപയോഗിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. അതായത് സാത്താനെ ഡയറക്റ്റായിട്ട് ശാസിക്കുന്ന സങ്കീർത്തനങ്ങളിൽ ഒന്നാണ് 34 സങ്കീർത്തനം. അതുകൊണ്ട് ഈ വചനം ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ശക്തി നമ്മളിൽ നിറയും, ആ ദൈവികത നിറയും. അതാണ് വചനത്തിന്റെ പവർ. അതാണ് വചനം ഇങ്ങനെ അങ്ങോട്ട് നിറയും. എന്തെല്ലാം ജീവിത സാഹചര്യങ്ങളിൽ ദൈവം നമ്മളെ സഹായിച്ചു, കർത്താവ് നമ്മളെ സഹായിച്ചു, ദൈവം നമ്മളെ മുന്നോട്ട് നയിച്ചു. നമ്മൾ തീർന്നുപോയി, ഇല്ലാതായി, നഷ്ടപ്പെട്ടു, നിരാധാരമായി, എല്ലാ സ്വപ്നങ്ങളും തകർന്നു എന്ന് ചിന്തിച്ച ദിനരാത്രങ്ങൾ എൻ്റെ നിങ്ങളുടെയും മനസ്സിലുണ്ട്. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. നല്ല ജീവിതം ഉണ്ടാവാൻ എന്തെന്നറിയാമോ? നിങ്ങളെ ആരും വിധിക്കാതിരിക്കാൻ. നിങ്ങളാരെയും വിധിക്കരുത്. നിങ്ങളെ ആരും കുറ്റം പറയാതിരിക്കാൻ. നിങ്ങളാരെയും കുറ്റം പറയരുത്. നിങ്ങളെ ആരും നിന്ദിക്കാതിരിക്കാൻ. നിങ്ങളാരെയും നിന്ദിക്കരുത്. പ്രത്യേകിച്ച് മനുഷ്യന് തകർച്ചയുണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് കമന്റ് ഒന്നും പറയരുത്. മനുഷ്യരുടെ ആപത്ത് വരുമ്പോൾ അതിനെക്കുറിച്ച് വിധി പറയരുത്. 34 സങ്കീർത്തനത്തിന്റെ ആ തലക്കെട്ടൊന്ന് വായിച്ചേ. ദാവീദിന്റെ സങ്കീർത്തനം. അബിമലേക്കിന്റെ മുമ്പിൽ ബുദ്ധിഭ്രമം നടിക്കുകയും ആട്ടിയോടിക്കപ്പെടുകയും ചെയ്തപ്പോൾ പാടിയത്. സങ്കീർത്തനങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിക്കും. അതായത് ഓരോ സങ്കീർത്തനവും എഴുതപ്പെടുമ്പോ, ഓരോ സങ്കീർത്തനവും എഴുതി വെച്ചിരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ കാണും. അതിന്റെ തലക്കെട്ടായിട്ട് നമ്മൾ വായിക്കുന്നത് അതിന്റെ സാഹചര്യം, ഈ സങ്കീർത്തനം എഴുതപ്പെടാനുണ്ടായ കോണ്ടെക്സ്റ്റ്, ഏത് സാഹചര്യത്തിലാണ് ഈ സങ്കീർത്തനം എഴുതിയത്. അതാണ് ഓരോ സങ്കീർത്തനത്തിന്റെയും. ചില സങ്കീർത്തനത്തിന്റെ മുകളിൽ കോറഹിന്റെ പുത്രന്മാരുടെ സങ്കീർത്തനം, ചിലയിടത്ത് ദാവീദിന്റെ സങ്കീർത്തനം, ചില ഇടങ്ങളിൽ സോളമന്റെ സങ്കീർത്തനമുണ്ട്. അപ്പോഴ് ഇങ്ങനെ സങ്കീർത്തനം എഴുതിയ ആള് ഏത് സാഹചര്യത്തിലാണ് ഈ സങ്കീർത്തനം എഴുതിയത്, അപ്പൊ അതിന്റെ കോണ്ടെക്സ്റ്റ് അവിടെ വിശദീകരിക്കുന്നു. അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് ഈ സങ്കീർത്തനത്തിന്റെ പശ്ചാത്തലം എന്താണ്. അത് നമ്മള് ആ ഭാഗത്തേക്ക്, പഴയ നിയമ ഭാഗത്തേക്ക് പോകുന്നില്ല. ഞാൻ പെട്ടെന്നൊന്ന് ഓർമ്മിപ്പിക്കാം. ദാവീദിനെ രാജാവായി അഭിഷേകം ചെയ്യുന്നത് സാമുവേൽ എന്ന് പറയുന്ന പ്രവാചകനാണ്. സാമുവേൽ പ്രവാചകൻ ദാവീദിനെ രാജാവായി അഭിഷേകം ചെയ്യുന്നത് എത്രാമത്തെ വയസ്സിലാണെന്നറിയാമോ? 15 വയസ്സുള്ളപ്പോഴാണ്. ദാവീദിന് 15 വയസ്സുള്ളപ്പോഴാണ് ദാവീദിനെ രാജാവായി അഭിഷേകം ചെയ്യുന്നത്. എന്നാൽ രാജസിംഹാസനത്തിൽ മനസ്സമാധാനത്തോടെ ദാവീദ് ഇരിക്കുന്നത് എത്രാമത്തെ വയസ്സിലാണെന്നറിയാം? 30ാമത്തെ വയസ്സിലാണ്. 15 വർഷം ദാവീദിന്റെ ജീവിതത്തില് പോരാട്ടത്തിന്റെയും പരീക്ഷണത്തിന്റെയും കാലമായിരുന്നു. സങ്കീർത്തനങ്ങളിൽ ഏറിയ പങ്കും എഴുതപ്പെട്ടത് ഈ പലായനത്തിന്റെയും പോരാട്ടത്തിന്റെയും ഞെരുക്കത്തിന്റെയും കാലത്താണ്. ഈ 15 കൊല്ലങ്ങളിലാണ് ദാവീദിന്റെ ഏറ്റവും മനോഹരമായ സങ്കീർത്തനങ്ങളിൽ പലതും എഴുതപ്പെട്ടത്. അപ്പൊ സത്യത്തിൽ സാവൂൾ ദാവീദിനെ വേട്ടയാടി ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് മനോഹരമായ പല സങ്കീർത്തനങ്ങളും നഷ്ടപ്പെട്ടേനെ. മനസ്സിലാവുന്നുണ്ടോ? അതായത് സങ്കീർത്തനം നമുക്ക് കിട്ടിയത് ദാവീദ് ഞെട്ടിയത് കൊണ്ടാണ്. സങ്കീർത്തനം കിട്ടിയത് ദാവീദ് ഞെട്ടിയത്, ദാവീദ് ഞെരുങ്ങിയത് കൊണ്ടും വേദനിച്ചത് കൊണ്ടുമാണ് നമുക്ക് സങ്കീർത്തനം കിട്ടിയത്. മനസ്സിലായോ? അപ്പനും അമ്മയും ഞെരുങ്ങുമ്പോഴാണ് മക്കൾക്ക് സങ്കീർത്തനം കിട്ടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ആരുടെയെങ്കിലും ഞെരുക്കത്തിൽ നിന്നാണ് തിരുവെഴുത്തുകൾ വരുന്നത്, അഭിഷേകം വരുന്നത്, അനുഗ്രഹം വരുന്നത്.
വിരുന്ന് വിളമ്പി വെക്കുമ്പോ ഓർക്കണം, എരിഞ്ഞ് കത്തിയ വിറകുണ്ട് ഓരോ വിരുന്നിന്റെയും പിന്നിൽ. വിറക് കൊള്ളി എരിഞ്ഞ് കത്തിയിട്ടുണ്ട്. അങ്ങനെ കത്തിച്ചാമ്പലായ ആ അഗ്നിയിൽ നിന്നാണ് വിഭവസമൃദ്ധമായ വിരുന്നുകൾ ഉണ്ടായത്. അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. സങ്കീർത്തനം എഴുതപ്പെട്ടത് ദാവീദിന്റെ ഞെരുക്കങ്ങളിൽ നിന്നാണ്. ദാവീദ് വേട്ടയാടപ്പെട്ടപ്പോഴാണ്, ദാവീദ് തകർക്കപ്പെട്ടപ്പോഴാണ്. നീണ്ട 15 കൊല്ലം നിരപരാധിയായ ഒരു ചെറുപ്പക്കാരൻ, സൗൾ എന്ന് പറയുന്ന രാജാവ് തന്റെ മുഴുവൻ അധികാരം ഉപയോഗിച്ച് ഇവനെ കണ്ടുപിടിക്കാനും കൊല്ലാനും വേട്ടയാടാനും തുടങ്ങിയ ആ കാലങ്ങളിൽ, ആ സാഹചര്യങ്ങളിലാണ് സങ്കീർത്തനങ്ങൾ എഴുതപ്പെട്ടത്. അതുകൊണ്ട് ഞെരുക്കം ഉണ്ടാവുമ്പോ പുറത്തു വരേണ്ടത് എന്താണ്? ഞെരുക്കത്തിൽ നിന്ന് നിങ്ങൾക്ക് ഞെരുക്കം ഉണ്ടാവുമ്പോ എന്താണ് പുറത്തു വരേണ്ടത്? സങ്കീർത്തനം പുറത്തു വരണം. ഇപ്പൊ അതാണോ പുറത്തു വരുന്നത്? ഞെരുക്കത്തിൽ നിന്ന് എന്താ ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്? ഞെരുക്കങ്ങളിൽ നിന്ന് സങ്കീർത്തനങ്ങൾ പുറത്തു വരട്ടെ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, ഞെരുക്കത്തിൽ നിന്ന് സങ്കീർത്തനം പുറത്തു വരട്ടെ. ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇപ്പൊ സുഭാഷിതങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സുഭാഷിതങ്ങളല്ല പുറത്തു വരേണ്ടത്, ഞെരുക്കങ്ങളിൽ നിന്ന് സങ്കീർത്തനങ്ങൾ. സങ്കീർത്തനം എന്താണ്? പ്രാർത്ഥന, യാചന, അപേക്ഷ, നിലവിളി, കൃതജ്ഞത, സ്തോത്രം, ഇതൊക്കെയായിരുന്നു സങ്കീർത്തനം അല്ലേ? അപ്പൊ ഞെരുക്കുന്ന സമയത്ത് ആരെങ്കിലും ഞെരുക്കിയാൽ അപ്പൊ തന്നെ എന്ത് പുറത്തു വരണം? സ്തോത്രം, ഹല്ലേലൂയ, അത് പുറത്തു വരണം. പറയാനല്ല, ഞെരുക്കത്തിൽ നിന്ന് പുറത്തു വരേണ്ടത് എന്താണ്? സ്തോത്രം പുറത്തു വരണം അല്ലേ? ചീത്തയല്ല പുറത്തു വരേണ്ടത്, സ്തോത്രം പുറത്തു വരണം. ഇപ്പൊ നമുക്ക് ചേട്ടന് ഭാഷാപരം ഉണ്ടോ എന്ന് എങ്ങനെ അറിയാം? ചേട്ടന് ഭാഷാപരം ഉണ്ടോ എന്ന് എങ്ങനെ അറിയാം? ഈ ചേട്ടന്റെ ഭാഷാപരം സത്യമാണോ എങ്ങനെ അറിയാന്നറിയാം? ചേട്ടനിട്ട് നല്ലൊരു പൊട്ടിരി കൊടുത്താൽ മതി. അപ്പൊ എന്ത് ഭാഷയാ വരുന്നതെന്ന് നോക്കണം. എന്നിട്ട് നേരത്തെ ഭാഷാപരമായിട്ട് തട്ടിച്ചു നോക്കണം. അതായത് ഒരു ചേട്ടനെ നല്ല അടി കൊടുക്കുമ്പോ ഭാഷാപരം കറക്റ്റാണ്. എന്നാൽ ഒരു ചേട്ടനിട്ട് നല്ല പൊട്ടിരി കൊടുക്കുന്ന സമയത്ത് അന്നേരം പുറത്തു വന്നാൽ അവന്റെ ഭാഷാപരം പറ്റിപ്പാണ്. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയ. അതായത് നമ്മുടെ ഞെരുക്കത്തിൽ നിന്ന്, അതായത് സ്തേഫാനോസിനെ അപ്പസ്തോല പ്രവർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. സ്തേഫാനോസിനെ 7-ാമത്തെ അധ്യായത്തിൽ അദ്ദേഹം പ്രസംഗിക്കുന്ന 8-ാമത്തെ അധ്യായത്തിൽ സ്തേഫാനോസിനെ എല്ലാവരും കൂടെ കല്ലെറിയുന്ന സമയത്ത് അദ്ദേഹത്തിൽ നിന്ന് പുറത്തു വരുന്നത്, കർത്താവേ ഇവരോട് ക്ഷമിക്കണേ. അതാണ് ശരിക്കുള്ള അഭിഷേകം. കല്ലെറിയുന്ന സമയത്ത്, ആക്ഷേപം വരുന്ന സമയത്ത്, ഉപദ്രവം വരുന്ന സമയത്ത് പുറത്തു വരുന്നതാണ് ശരിക്കുള്ള അഭിഷേകം. മറ്റേതൊക്കെ തട്ടിപ്പാണ്. മനസ്സിലാവുന്നുണ്ടോ? ശരിക്കും ഇയാളെ ഒന്ന്, അതായത് നല്ല പോലെ ഒന്ന് പിടിഞ്ഞു നോക്കണം, ശരിക്കും അഭിഷേകം ഉണ്ടോന്ന് അപ്പൊ അറിയാം. അപ്പൊ ഇങ്ങനെ നിന്നവരൊക്കെ ചീറ്റിപ്പോന്ന കാണാം. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഈ ഞെരുക്കത്തിൽ നിന്ന് അഭിഷേകം പുറത്തു വന്നു. പറഞ്ഞ ആളോട്, ഞെരുക്കത്തിൽ നിന്ന് അഭിഷേകം വരട്ടെ. ഞെരുക്കത്തിൽ നിന്ന് അഭിഷേകം വരട്ടെ, ഞെരുക്കത്തിൽ നിന്ന് അഭിഷേകം വരട്ടെ. അപ്പൊ ദാവീദ് സാവൂളിനാൽ വേട്ടയാടപ്പെട്ടു. അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു സങ്കീർത്തനം, 55-ാം സങ്കീർത്തനാണെന്ന് തോന്നുന്നു, ദാവീദിനെ അഹിത്തോഫൽ എന്നൊരു കൂട്ടുകാരൻ ദാവീദിനെ ചതിച്ചപ്പോഴാണ് 55-ാം സങ്കീർത്തനം. മനസ്സിലായി? കൂട്ടുകാരെ ചതിച്ചപ്പോ വരുന്നു അടുത്ത സങ്കീർത്തനം. നമ്മളാണെങ്കിലോ കൂട്ടുകാരെ ചതിച്ചപ്പോ സുഭാഷിതങ്ങൾ പുറത്തു വരും. കൂട്ടുകാരനെ കുറിച്ച്, അവന്റെ വീട്ടുകാരെ കുറിച്ച്, അവന്റെ അമ്മയെ കുറിച്ച്, അപ്പനെ കുറിച്ചൊക്കെയുള്ള നല്ല നല്ല ആകാശവാണി, തിരുവനന്തപുരം, ആലപ്പുഴ, അതിങ്ങനെ വരും, പുറത്തു വരും. അപ്പൊ ദാവീദിന്റെ ഞെരുക്കങ്ങളിൽ നിന്ന് സങ്കീർത്തനങ്ങൾ ഉണ്ടായി. ഈ സന്ധിയിൽ നമ്മൾ 34-ാം സങ്കീർത്തനം പഠിക്കുമ്പോൾ ദാവീദ് നല്ലപോലെ ഞെരുക്കപ്പെട്ട്, ആ ഞെരുക്കപ്പെട്ട സാഹചര്യത്തിൽ നിന്ന് ദാവീദ് രക്ഷപ്പെട്ടപ്പോ ദാവീദ് പാടിയ ഒരു സങ്കീർത്തനമാണ്. നമുക്കത് പാടിയാലോ? നമുക്കത് പഠിക്കാം. ആ സങ്കീർത്തനം എന്താണ് പറയുന്നത്? എന്താണ് സാഹചര്യം? ദാവീദ് സാവൂളിൽ നിന്ന് രക്ഷപ്പെട്ട് ഫിലിസ്തീനയുടെ നാട്ടിലെത്തി. ഫിലിസ്തീനയുടെ ദേശത്തെത്തിയപ്പോ ഫിലിസ്തീർ ശത്രുക്കളാണ്. ദാവീദിനെ കണ്ടാൽ ഫിലിസ്തീർ കൊന്നുകളയും. അപ്പൊ ദാവീദ് രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് ദാവീദിനെ അവർ കൊണ്ടുപോയി. അപ്പോ ആരോ പറഞ്ഞു, ഇവൻ ഇസ്രായേലിന്റെ രാജാവാണ്, ഇവനെ കുറിച്ചാണ് സ്ത്രീകൾ ഇങ്ങനെ പാടിയത്. സാവൂൾ 1000 കൊന്നു, ദാവീദ് 10,000 കൊന്നു. അപ്പൊ ആ സമയത്ത് ദാവീദ്
രക്ഷപ്പെടാൻ വേണ്ടി ഒരു ഭ്രാന്തനായിട്ട് അഭിനയിച്ചു. താടിയിലൂടെ തുപ്പലൊക്കെ ഒഴുക്കി കഥകളൊക്കെ ഇങ്ങനെ കുത്തിവരച്ച് ഒരു ഭ്രാന്തനെ പോലെ അദ്ദേഹം കാണിച്ചു, ഒരു രോഗിയെ പോലെ അദ്ദേഹം കാണിച്ചു. അതെങ്ങനെ ഫെയിൻ ചെയ്തു, അങ്ങനെ അയാൾ നടിച്ചു. അപ്പൊ രാജാവ് പറഞ്ഞു, ഈ ഭ്രാന്തനെ പിടിച്ചോണ്ട് പോകാൻ പറഞ്ഞു, എന്റെ അടുത്തുനിന്ന് കൊണ്ടുപോകും, ഇവനെ വെറുതെ വിട്ടേക്കാൻ പറഞ്ഞു. അങ്ങനെ അബീമേലെക്കിന്റെ മുമ്പിൽ നിന്ന് ദാവീദ് രക്ഷപ്പെട്ടപ്പോ ദാവീദ്, ദൈവം ആ സമയത്ത് ജ്ഞാനം കൊടുത്ത് ദാവീദിന് ഭ്രാന്തനായിട്ട് അഭിനയിക്കാൻ തോന്നി. ദൈവം തന്നെ സഹായിച്ചു, ദൈവത്തിന്റെ ദൂതന്മാർ സഹായിച്ചു. ആ സഹായ പ്രകടനത്തിൽ അദ്ദേഹത്തിന് ദൈവത്തിന്റെ സഹായം കിട്ടിയപ്പോ ദാവീദിന്റെ സന്തോഷമാണ് 34-ാം സങ്കീർത്തനം. ഇനി വായിച്ചു, ആ ദാവീദ് തന്റെ ദൈവത്തോടുള്ള നന്ദി പ്രകടിപ്പിക്കുകയാണ്. 34-ാം സങ്കീർത്തനത്തിൽ അദ്ദേഹം പറയുകയാണ്, വായിച്ചു 1-ാമത്തെ വാക്യം: കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും, അവിടുത്തെ സ്തുതികൾ എപ്പോഴും എന്റെ അധരങ്ങളിൽ ഉണ്ടായിരിക്കും. മതി. കർത്താവിനെ ഞാൻ എന്നും സ്തുതിക്കും, ഓൾ ദ ടൈം. എന്നും, എപ്പോഴും. എന്നും എന്ന് പറയുമ്പോ, എന്നും എന്ന് പറഞ്ഞാൽ ശരിക്കും അതിന്റെ അർത്ഥം ഞാൻ എപ്പോഴും, ഓൾ ദ ടൈം. I will bless my Lord all the time. എപ്പോഴും, രാത്രിയും പകലും, സങ്കടത്തിലും സന്തോഷത്തിലും, ദുഃഖത്തിലും ആനന്ദത്തിലും, ആരോഗ്യത്തിലും രോഗത്തിലും ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കും. ഇതാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പൊ ഞാൻ വേട്ടയാടപ്പെട്ടു, ഇപ്പൊ ഞാൻ രക്ഷപ്പെട്ടു. വേട്ടയാടപ്പെട്ടപ്പോഴും സ്തുതിക്കും, രക്ഷപ്പെട്ടപ്പോഴും സ്തുതിക്കും. കർത്താവിനെ ഞാൻ എന്നും സ്തുതിക്കും, അവിടുത്തെ സ്തുതികൾ എന്റെ അധരങ്ങളിൽ ഉണ്ടായിരിക്കും. നമ്മുടെ അധരത്തിൽ ദൈവത്തെ സ്തുതിക്കുന്ന ആ സ്തുതിഗീതം ഉണ്ടാവണം. അതായത് എല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തെ സ്തുതിക്കണം. ഇത് ഡിവൈൻ ധ്യാന കേന്ദ്രം വളർന്നു വന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിൽ കേരള സഭയ്ക്ക് കർത്താവ് നൽകിയ ഒരു സന്ദേശമാണിത്. തകർച്ചകളിൽ ദൈവത്തെ സ്തുതിക്കുക. ആദ്യകാല ധ്യാനങ്ങളൊക്കെ കൂടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വാക്യം ഒത്തിരി കേട്ടിട്ടുണ്ടാവും. തകർച്ചകളിൽ ദൈവത്തെ സ്തുതിക്കുക. അതായത് ഒരു 1985-90 കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് കേരള സഭയ്ക്ക് വെളിപ്പെടുത്തിയ സന്ദേശമാണത്. തകർച്ചകളിൽ ദൈവത്തെ സ്തുതിക്കുക. തകർച്ചകളിൽ. മറ്റേതെങ്ങനെയാണ്? നമുക്ക് സന്തോഷം വരുമ്പോ, ആഹ്ലാദം വരുമ്പോ ദൈവം തന്ന നന്മകൾ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. അതായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ കേരള സഭയിൽ ആദ്യമായിട്ട് അങ്ങനെ ഒരു വിഷയം ഈ 85-90 കാലഘട്ടത്തിലാണ് പരിശുദ്ധാത്മാവ് അങ്ങനെ അനേകം പുരോഗതിയിലൂടെ, അനേകം പ്രവാചകന്മാരിലൂടെ ദൈവം സംസാരിച്ചു. മക്കളെ, തകർച്ചകളിൽ ദൈവത്തെ സ്തുതിക്കുക എന്നൊക്കെ പറഞ്ഞ്, തകർച്ചകളിൽ ദൈവത്തെ സ്തുതിക്കുക. അതായത് എല്ലാ സാഹചര്യത്തിലും ദൈവത്തെ സ്തുതിക്കണം. തിരുവനന്തപുരത്ത് ഒരു അച്ഛനുണ്ടായിരുന്നു. അച്ഛന്റെ പേര് ആത്മാനന്ദച്ഛൻ. അച്ഛന് അസ്ഥിക്ക് ക്യാൻസർ ആയിരുന്നു, എല്ലിന്റെ ക്യാൻസർ. ക്യാൻസർ രോഗവുമായി ബന്ധമുള്ളവർക്കറിയാം, മനുഷ്യ ശരീരത്തിൽ പിടിപെടുന്ന ക്യാൻസർ രോഗങ്ങളിൽ ഏറ്റവും വേദനാജനകം അസ്ഥികൾക്കുണ്ടാവുന്ന ക്യാൻസർ ആണെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ അസ്ഥികൾ നുറുങ്ങുന്ന വേദന. ഞാൻ ഒത്തിരി കാലം അച്ഛന്റെ അടുത്താണ് കുമ്പസാരിക്കാൻ പോയിരിക്കുന്നത്. വിശുദ്ധനായ ഒരു അച്ഛനാണ്. അപ്പോ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ് അദ്ദേഹം, ഈ ആത്മാനന്ദച്ഛൻ, അസാധാരണമായ വിശുദ്ധിയും ദൈവസ്നേഹവും പ്രാർത്ഥനയൊക്കെയുള്ള അച്ഛൻ. ഈ അച്ഛൻ സദാ പ്രസന്നവദനായി ഈ മാരക വേദന സഹിച്ചുകൊണ്ട് ജീവിക്കുന്ന സമയത്ത് ഞാൻ അച്ഛന്റെ അടുത്ത് കുമ്പസാരിക്കാൻ പോകും. അച്ഛന് ശരിക്കും എഴുന്നേറ്റിരിക്കാൻ പോലും പറ്റില്ല. ചില സമയത്ത് അച്ഛൻ കിടന്നുകൊണ്ട് എന്റെ കുമ്പസാരം കേട്ടിട്ടുണ്ട്. ഈ അച്ഛന്റെ മുറിയുടെ വാതിക്കൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ക്യാൻസർ. അടുത്ത വാക്ക് യെസ്, അടുത്ത വാക്ക് സോ വാട്ട്. പിടികിട്ടിയോ? ക്യാൻസർ. ക്യാൻസർ ആണോ? യെസ്. അപ്പൊ നമ്മൾ ആണോ എന്ന് ചോദിക്കുമ്പോ അതിന്റെ മറുപടിയാണ് അച്ഛൻ എഴുതി വെച്ചിരിക്കുന്നത്, സോ വാട്ട്. ക്യാൻസർ ആണെങ്കിൽ എന്ത് പ്രശ്നം? മലബാർ ഭാഗത്തു നിന്നുള്ള ഓർത്തഡോക്സ് സഭയിലെ ഒരു മെത്രാൻ, അദ്ദേഹം ഒരു പാട്ട് പാടുമായിരുന്നു. ആ പാട്ടിങ്ങനാണ്: എന്റെ ക്യാൻസറും എന്റെ സൗഖ്യവും നീ എനിക്ക് തന്നതൊക്കെയും സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു. അദ്ദേഹം പാടുന്ന പാട്ട് അങ്ങനായിരുന്നു: എന്റെ ക്യാൻസറും എന്റെ സൗഖ്യവും. അദ്ദേഹത്തിന് ക്യാൻസർ ആയിരുന്നു, അദ്ദേഹം സൗഖ്യപ്പെട്ടു. അദ്ദേഹം പാടുന്ന പാട്ട് എങ്ങനായിരുന്നു: എന്റെ ക്യാൻസറും എന്റെ സൗഖ്യവും നീ എനിക്ക് തന്നതൊക്കെയും
സർവവും യേശുനാഥനായി സമർപ്പണം. പാടിയാലോ? എന്റെ ക്യാൻസറും എന്റെ സൗഖ്യവും നീ എനിക്കു തന്നതൊക്കെയും സർവവും യേശുനാഥനായി. എന്റെ ക്യാൻസറും എന്റെ സൗഖ്യം. ഭയങ്കരം. അദ്ദേഹത്തിന്റെ അവസാനത്തെ, അദ്ദേഹം തന്റെ ദൈവജനത്തിന് അവസാനമായിട്ട് എഴുതിയ അദ്ദേഹത്തിന്റെ ആ ഇടയലേഖനമുണ്ട്. അത് മനോഹരമാണ്. അത് യൂട്യൂബിൽ നിങ്ങളൊന്ന് കയറി നോക്കിയാൽ അദ്ദേഹത്തിന്റെ ആ വീഡിയോ, അദ്ദേഹം അവസാനം എഴുതിയ ഇടയലേഖനം ഒരു മെത്രാൻ വായിക്കുന്നുണ്ട്. അദ്ദേഹം പറയാണ്, മക്കളെ നമുക്ക് സ്വർഗത്തിൽ വെച്ച് കാണാം. എന്തൊരു കോൺഫിഡൻസ് ആണ്! അയ്യോ തിരുമേനി, അങ്ങ് സ്വർഗത്തിൽ പോവും, നമുക്ക് സ്വർഗത്തിൽ വെച്ച് കാണാം. എന്റെ കർത്താവിന്റെ നീതിപീഠത്തിൽ മനോധൈര്യത്തോടെ എനിക്ക് നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. മരിക്കാൻ പറയാണ്. എന്തുകൊണ്ട് അങ്ങനൊക്കെ മനുഷ്യർക്ക് പറയാൻ പറ്റുന്നത്? എന്റെ ക്യാൻസറും എന്റെ സൗഖ്യവും നീ എനിക്കു തന്നതൊക്കെയും സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോട്. എന്റെ ദാരിദ്ര്യവും എന്റെ സമ്പത്തും, എന്റെ രോഗവും എന്റെ സൗഖ്യവും, എന്റെ സന്തോഷവും എന്റെ സങ്കടവും, എന്റെ വ്യാധിയും എന്റെ ആരോഗ്യവും എല്ലാം ദൈവം തന്നത് എല്ലാം ഓർത്ത് തകർച്ചകളിൽ ദൈവം. അതാണ് ഇവിടെ 34 സങ്കീർത്തനത്തിൽ 1-ാം വാക്യം, കർത്താവിനെ ഞാൻ എപ്പോഴും സ്തുതിക്കും. എന്നൊക്കെ പറഞ്ഞേ, കർത്താവിനെ ഞാൻ എപ്പോഴും സ്തുതിക്കും. അവിടുത്തെ സ്തുതികൾ എന്റെ അധരങ്ങളിൽ ഉണ്ടായിരിക്കും. ഇനി അത് ആ ബോധ്യത്തോടെ, ഇപ്പൊ അർത്ഥം മനസ്സിലായി. ഉറക്ക വായിച്ച് ഉച്ചത്തിൽ വായിക്കണം. നല്ല ഈ വെളിയിലുള്ള മഴയുടെ ഇരട്ടി ശബ്ദം നിങ്ങളുടെ വായനയിൽ നിന്ന് വരണം. ഉറക്ക വായിച്ചോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം. എങ്ങനെയാണ് ഒരാൾക്ക് എല്ലാ സാഹചര്യത്തെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കാൻ പറ്റുന്നത്? അതായത് ഇപ്പോ ഒരു ബുദ്ധിമുട്ടുണ്ടായി, ഇപ്പൊ ഒരു രോഗം ഉണ്ടായി, ഇപ്പൊ ഒരു ക്ലേശം ഉണ്ടായി, ഇപ്പൊ ഈ മഴ പെയ്യുന്നു. എന്തോ ഒരു ഡിസ്റ്റർബൻസ് ആയിരുന്നു, അല്ലേ? എന്തോ ഒരു ഡിസ്റ്റർബൻസ് ആയിരുന്നു ഈ മഴ, ഇല്ലേ? നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ഇല്ല, ഞാൻ എന്റെ ഇരട്ടി എനർജി എടുക്കണം എല്ലാം പറയണമെങ്കിൽ. അപ്പൊ എന്തോ ഒരു ശല്യം ഇത്. അപ്പൊ ഈ മഴയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം. സ്തുതിച്ച് 2 കരവും സ്വർഗ ദൈവമേ ഈ മഴ ഇപ്പൊ തന്നതിന് സ്തുതിച്ച് ഹല്ലേലൂയ, ഈശോയെ മഹത്വം, ആരാധന 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 ആരാധന. അപ്പോ ദൈവത്തെ എല്ലാ സാഹചര്യത്തിലും സ്തുതിക്കാൻ പറ്റണമെങ്കിൽ, ശ്രദ്ധിച്ചിരിക്കണം, എല്ലാ സാഹചര്യത്തിലും ദൈവത്തെ സ്തുതിക്കാൻ പറ്റണമെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു വിശ്വാസം ഉണ്ടാവണം. ചുമ്മാ സ്തുതിക്കാൻ പറ്റില്ല. ഏത് സാഹചര്യം വന്നാലും ആ സാഹചര്യത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ പറ്റണമെങ്കിൽ, അങ്ങനെ സ്തുതിക്കാൻ പറ്റുന്ന വ്യക്തിക്ക് ഒരു വിശ്വാസം ഉണ്ടായിരിക്കും. ഒരു സാഹചര്യവും ദൈവം അറിയാതെ വരില്ല. ഇതാണ് ആ വിശ്വാസം. അതായത് ഏത് സാഹചര്യം വന്നാലും ദൈവത്തെ സ്തുതിക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടാവണം. ഏത് സാഹചര്യവും ദൈവം പച്ചക്കൊടി കാണിക്കാതെ എന്റെ വീട്ടിൽ വരില്ല. ഇപ്പൊ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ ആ ബുദ്ധിമുട്ട് കർത്താവ് അനുവദിച്ച് ഉണ്ടായതാണ്. 2006 ഞങ്ങൾക്കൊരു അപകടം ഉണ്ടായി. എനിക്ക് ഭയങ്കര ദുരിതമെന്ന് പറയാൻ പറ്റുന്ന ഒരു ശാരീരിക ഉപദ്രവം ഉണ്ടായത് അതാണ്. മാനസിക ക്ലേശങ്ങളെ കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല. ശാരീരിക ക്ലേശം ഉണ്ടായത് ശരിക്കും പറഞ്ഞാൽ അതാണ്. ശരീരത്തിന് നല്ല അടി കിട്ടിയത് അന്നാണ്. അത് ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് അന്ന് മുതലാണ്. 2006 ആ അപകടം ശരിക്കും പറഞ്ഞാല് എന്തുമാത്രം നഷ്ടമാണ് അപകടം വരുത്തിയത്. എന്തുമാത്രം നഷ്ടം, സാമ്പത്തിക നഷ്ടം, ആരോഗ്യം ഇന്നും തീർന്നിട്ടില്ല അതിന്റെ വേദനകള്. എന്തുമാത്രം ബുദ്ധിമുട്ടാണ് ആ അപകടം ഉണ്ടാക്കിയത്. പക്ഷെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് നിങ്ങളോട് പറയാം. ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ ഇവിടെ നിന്ന് ഇതുപോലെ വചനം പറയുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം 2006 ആ അപകടമാണ്. അപ്പൊ അതൊരു നഷ്ടം, അതുണ്ടാക്കിയ നഷ്ടം ഒരു നഷ്ടമാണോ?
അതായത് 2006 അതായത് ആ കാറ് എന്റെ കാറല്ലായിരുന്നു, വേറൊരു കടം വാങ്ങിച്ച കാറായിരുന്നത്. അത് ചമ്മന്തിയായിപ്പോയി. 33,000 രൂപയ്ക്കാണ് ആ കാറ് വിറ്റത്. എന്ന് ആലോചിച്ച് നോക്കിയാൽ, പുതിയ കാറ് 33,000 രൂപയ്ക്കാണ് വിറ്റത്. അപ്പൊ അത്രയ്ക്കും ആ കാറ് ചമ്മന്തിയായിപ്പോയി. പിന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ, പിന്നെ മാനസിക ക്ലേശങ്ങൾ, പിന്നെ ഉണ്ടായ എനിക്ക് മൈക്കിലൂടെ പറയാൻ പറ്റാത്ത അനേകം ബുദ്ധിമുട്ടുകൾ. അപ്പൊ ഇതിന്റെ എല്ലാം നടുവിൽ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോ 2006 ആ അപകടം സത്യത്തിൽ ദൈവം പച്ചക്കൊടി കാണിച്ചിട്ടുണ്ട്. ദൈവം പറഞ്ഞില്ലേ, ഞാനെപ്പോഴും ഓർക്കാറുണ്ട്, സ്വർഗത്തിൽ നമ്മൾ ദൂതന്മാരെ കുറിച്ച് പറയും, ഞാൻ സ്വർഗത്തിൽ പോകും. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാൻ പോകും. നിങ്ങൾക്ക് ഞാൻ പോകുമോ എന്ന് സംശയം ഉണ്ടെങ്കിൽ ഞാൻ പോകും. അപ്പൊ ഞാൻ സ്വർഗത്തിൽ ചെല്ലുമ്പോ ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട്, ഞാൻ ആദ്യം കയറി ചെല്ലുന്ന സമയത്ത് ഒരാൾ വളരെ സീരിയസ് ആയിട്ട് ഒരു മാലാഖ ഇങ്ങനെ വന്ന് നിൽക്കണം. അപ്പൊ ഞാൻ വിചാരിക്കും, എന്നെ തടയാൻ വന്ന് നിൽക്കുന്ന ആയിരിക്കും. അപ്പൊ ഞാൻ ആ മാലാഖയോട് പറയാനുള്ള ഉത്തരങ്ങളെല്ലാം എന്റെ മനസ്സിൽ കരുതി ഇങ്ങനെ കയറി ചെല്ലുന്ന സമയത്ത് ആ മാലാഖ വളരെ സീരിയസ് ആയിട്ട് പറയും, സ്വർഗത്തിലേക്ക് കയറുന്ന തടയാനെന്ന് വന്നതല്ല ഞാൻ, പക്ഷെ എനിക്ക് 4 വർത്താനം പറയാനുണ്ട്. ഞാൻ ചോദിക്കാം, അയ്യോ മാലാഖ, ഞാൻ അങ്ങയോട് എന്ത് തെറ്റാണ് ചെയ്തത്? അപ്പൊ എന്നോട് മാലാഖ പറയും, എന്നെ സൂക്ഷിച്ചൊന്ന് നോക്കാൻ പറയും. എന്നെ കണ്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ല, കണ്ടിട്ടേ ഇല്ല, എനിക്ക് ദർശനം വരെയില്ല, ഞാൻ കണ്ടിട്ടേ ഇല്ല. അപ്പോ ആ മാലാഖ എന്റെ അടുത്ത് ഇങ്ങനെ പറയും, നിന്റെ വണ്ടിയുടെ ചാർജ് എനിക്കായിരുന്നു. അപ്പോഴേക്കും ഞാൻ 2 സ്റ്റെപ്പ് പുറകോട്ട് പോകും. എനിക്കറിയാം മാലാഖ വന്നതിന്റെ ഉദ്ദേശം എന്താണ്. ആ മാലാഖ പറയുകയാണ്, ഞാൻ എന്തുമാത്രം തവണ കണ്ണിങ്ങനെ തുറന്നു പിടിച്ച് ഞാൻ നിന്റെ കൂടെ നടന്നുകൊണ്ടാണ് നീ ആയിരക്കണക്കിന് അപകടങ്ങളിൽ രക്ഷപ്പെട്ടത്. അതെനിക്ക് ഉറപ്പാണ്. ആ മാലാഖ, അങ്ങനൊരു മാലാഖയുണ്ട്. 2006 ജൂലൈ മാസം 25-ാം തീയതി വൈകിട്ട് 4 മണിക്ക് മാലാഖയോട് പറഞ്ഞു, മാറടാ, അവൻ പോയി കുഴി വീഴട്ടെ. ആ മാലാഖ മാറിയതുകൊണ്ടാണ് ഞാൻ വീണത്. നീ മാറിക്കോ. ആ മാലാഖയോട് പറഞ്ഞു, ഇപ്പൊ ഒരു 5 മിനിറ്റത്തേക്ക് നീ മാറിക്കോളാം. ആ മാലാഖയ്ക്ക് ചായ കുടിക്കാൻ ദൈവം അവസരം കൊടുത്തു. മാലാഖ മാറി, ഞാൻ കുഴി വീണു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം അറിയാതാണോ ഇത് സംഭവിച്ചത്? ദൈവം അല്ലേ അപകടം അയച്ചത്? അപകടം കൊണ്ടുവന്നത് പിശാചാണ്. പക്ഷേ ദൈവം അതിന് പച്ചക്കൊടി കാണിച്ചു. സാരമില്ല, അവൻ ആ കുഴി വീഴട്ടെ. കുഴി വീഴുമ്പോ കരയ്ക്ക് നിന്നപ്പോ പഠിക്കാത്തത് പലതും കുഴി കിടന്നാൽ പഠിക്കും എന്ന് പറഞ്ഞ്, കരയ്ക്ക് നിന്ന് പഠിക്കാത്തത് പലതും കുഴി കിടന്നാൽ പഠിക്കും എന്ന് പറഞ്ഞ് അടുത്തിരിക്കുന്നവരോട് പറഞ്ഞ്, കരയ്ക്ക് നിന്നാൽ പഠിക്കാത്തത് പലതും കുഴി കിടന്നാൽ പഠിക്കും. കരയ്ക്ക് നിന്നാൽ പഠിക്കാത്തത് പലതും കുഴി കിടന്നാൽ പഠിക്കും. അപ്പോ അങ്ങനെ കുഴി കിടന്നപ്പോഴാണ് എനിക്ക് വെളിപാടുണ്ടാവാൻ തുടങ്ങിയത്. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ 34-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യം, കർത്താവിനെ ഞാൻ എന്നും സ്തുതിക്കും, അവിടുത്തെ സ്തുതികൾ എപ്പോഴും എന്റെ അധരങ്ങളിൽ ഉണ്ടായിരിക്കും. എല്ലാ സാഹചര്യത്തെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കണം. എല്ലാ സാഹചര്യവും. അതിപ്പോ നിങ്ങൾക്ക് രോഗമുണ്ടെങ്കിൽ, കഷ്ടതയുണ്ടെങ്കിൽ, ക്ലേശമുണ്ടെങ്കിൽ, ദാരിദ്ര്യം ഉണ്ടെങ്കിൽ, അപമാനം ഉണ്ടെങ്കിൽ, പ്രിയമക്കളെ കണ്ണും പൂട്ടി വിശ്വസിക്കുക, ദൈവം അറിയാതെ ഒന്നും നിങ്ങളുടെ ജീവിതത്തിലോ എന്റെ ജീവിതത്തിലോ സംഭവിച്ചിട്ടില്ല. അതെല്ലാം ദൈവം നന്മയ്ക്കായി മാറ്റിയിരിക്കും. അവയെ ദൈവം മാറ്റി എഴുതും. അതിന്റെ തലവര ദൈവം തിരുത്തി എഴുതും. എല്ലാ തകർച്ചകളിലും ദൈവത്തെ സ്തുതിക്കണം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ എന്റെയും മനസ്സിൽ ഭാരങ്ങൾ ഉണ്ടാവാം, രോഗം നിങ്ങളെ അലട്ടുന്നുണ്ടാവാം, പ്രിയപ്പെട്ടവരുടെ മരണം നിങ്ങൾക്ക് വേദന സമ്മാനിച്ചിട്ടുണ്ടാവാം, സാമ്പത്തിക ബാധ്യതയിലായിരിക്കാം നിങ്ങൾ ഇവിടെ നിൽക്കുന്നത്, മക്കളെ ഓർത്ത് നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടാവാം, നിങ്ങളുടെ ജീവിതം കണ്ണുനീര് തോരാത്ത പെരുമഴയായി കണ്ണുനീര് പെയ്യുന്ന ഒരു ജീവിതമായിരിക്കാം. ദൈവനാമത്തിൽ ഈ സന്ധ്യയിൽ നിങ്ങളെ ഞാൻ അറിയിക്കുന്നു, ഈ തകർച്ച ദൈവം അറിയാതെ വന്നതല്ല. ഈ തകർച്ച കർത്താവ് അറിയാതെ സംഭവിച്ചതല്ല. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാൻ ദൈവം ഒരുക്കിയ ഒരവസരമാണ് ഈ തകർച്ച. ഈശോ കയറിയ വഞ്ചിയിൽ കാറ്റടിച്ചപ്പോ ആ കാറ്റിലും കടലിരമ്പത്തിലും നടുവിലൂടെ ശിഷ്യന്മാരെ അക്കരെ എത്തിച്ച കർത്താവ് അറിയാതെ അല്ല ആ കടലിലെ കാറ്റ് വീശി. പിശാചാണ് ഇത് കൊണ്ടുവന്നത്. എന്നാൽ കർത്താവ് പറഞ്ഞു, അല്പവിശ്വാസികളെ, ഈ കൊടുങ്കാറ്റിന്റെ നടുവിലൂടെ നിന്നെ അക്കരെ എത്തിക്കാൻ എനിക്ക് കഴിയും എന്ന് നീ അറിയാനാണ് ഈ കാറ്റിപ്പോൾ ആഞ്ഞടിക്കുന്നത്.
ഈ കൊടുങ്കാറ്റിന്റെ നടുവിലൂടെ നിന്നെ അക്കരെ എത്തിക്കാൻ എനിക്ക് കഴിവുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ നിനക്കറിയില്ല. നീ അത് അറിയാനാണ് ഇപ്പോൾ ഈ കാറ്റടിച്ചുകൊണ്ടിരിക്കുന്നത്. നിന്നെ ഞാൻ ഒരു പോറല് പോലും ഏൽപ്പിക്കാതെ അക്കരെ എത്തിക്കും. ഇത് വിശ്വസിക്കും മക്കളെ. നമ്മുടെ കുടുംബത്തെ കർത്താവ് രക്ഷപ്പെടുത്തും. പറ ആമേൻ. നിങ്ങളുടെ ജീവിതത്തെ കർത്താവ് രക്ഷപ്പെടുത്തും. പറ ആമേൻ. ദൈവം രക്ഷപ്പെടുത്തും. അതുകൊണ്ട് എല്ലാ തകർച്ചയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. എല്ലാ തകർച്ചയും. ഇപ്പൊ എന്തെല്ലാം വേദനയിലാണോ നിങ്ങൾ നിൽക്കുന്നത്, നല്ല തീച്ചുളക്കകത്താണ് നിങ്ങളിപ്പോ നിൽക്കുന്നത്. നിങ്ങൾക്ക് മാനസികമായിട്ട് നിങ്ങൾ തകർന്നാണ് നിൽക്കുന്നത്. ഈ സന്ധ്യയിൽ നിങ്ങൾ ദൈവത്തിന്റെ വചനം കേൾക്കാൻ വരുമ്പോ നിങ്ങൾ ആകെ പൊട്ടി തകർന്ന് നിൽക്കുകയാണ്. ഒരു വഴിയില്ല. എന്നെ പ്രിയപ്പെട്ട മകനെ, മകളെ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ദൈവം എല്ലാം നന്മയ്ക്കായി മാറ്റിയിരിക്കും. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. അവിടുത്തെ സ്തുതികൾ എപ്പോഴും എന്റെ അധരത്തിലുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, നിങ്ങളും വരിക, നമുക്ക് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. അദ്ദേഹത്തിന്റെ കൂട്ടുകാരെ അദ്ദേഹം വിളിക്കുകയാണ്. വരിക, നമുക്ക് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. നമുക്ക് ഒരുമിച്ച് അവിടുത്തെ നാമത്തെ സ്തുതിക്കാം. അത് കേട്ട് പീഡിതർ ആനന്ദിക്കും. അതായത് തകർച്ചകളിൽ ദൈവത്തെ സ്തുതിക്കുന്നവർ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു ധൈര്യം, അങ്ങനെ തകർച്ചകളിൽ അടിപതറാതെ ദൈവത്തിൽ ആശ്രയിച്ചു നിൽക്കുന്ന ഒരു അപ്പൻ, ഒരമ്മ മക്കൾക്ക് കൊടുക്കുന്ന ഒരു ധൈര്യം, അത് അസാധാരണമാണ്. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയിൽ ധ്യാനം നടത്തിയത്, ഞാൻ ആദ്യം ശുശ്രൂഷ, എന്റെ പൗരോഹിത്യ ജീവിതം ആരംഭിച്ച ഒരു സ്ഥലത്താണ്. അപ്പൊ അവിടെ ഞാൻ ചെന്നപ്പോ അവിടെയുള്ള ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, കോൺവെന്റിലെ സിസ്റ്റേഴ്സ് എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ചോ, ഒരു അമ്മച്ചിയുടെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, ആ അമ്മച്ചി മരിച്ചു. അച്ഛനോട് വലിയ സ്നേഹമായിരുന്നു, അച്ഛനെ കാണണമെന്നൊക്കെ ഉണ്ടായിരുന്നു, അമ്മച്ചിയുടെ കുർബാനയാണെന്ന് അന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ ഓർക്കായിരുന്നു, ആ അമ്മച്ചി ഒരു മലയുടെ മേളിലാണ് താമസിച്ചിരുന്നത്. അന്ന് ഞാൻ പൗരോഹിത്യം ആരംഭിച്ച ആ വർഷമാണ്. ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. എനിക്കൊന്നും അറിയാൻ പാടില്ല. ഇപ്പോഴും ഒന്നും അറിയാം, കൂടുതലൊന്നും അറിയാൻ പാടില്ല. അന്ന് തീരെ അറിയാൻ പാടില്ല. അങ്ങനെ ആ ആരംഭമാണ്. മണ്ടത്തരങ്ങളുടെ കൂമ്പാരമാണ്, അബദ്ധങ്ങളുടെ സംഗമം. അതാണ് ജീവിതം. അപ്പൊ ആ സമയത്ത് എനിക്ക് ഈ ഒരു മലയുടെ മേളിലാണ് ഈ അമ്മച്ചിയുടെ വീട്. അന്ന് എനിക്കുള്ളത് ഒരു ബൈക്കാണ്, ഒരു ബൈക്ക്. അപ്പൊ ആ ബൈക്ക് അതിന്റെ മേളിൽ പോവില്ല. കുറെ സ്ഥലത്ത് താഴെ ബൈക്ക് വെച്ചിട്ട് നടന്ന് പോണം, ഒന്ന് കേറി പോണം. അപ്പൊ അമ്മച്ചിയുടെ വീട്ടിൽ ഞാൻ ആദ്യം അവിടെ ചെന്നപ്പോ, ഞാൻ അവിടുത്തെ കൊച്ചച്ഛനാണ്. അപ്പൊ വികാരിയച്ഛൻ എന്നോട് പറഞ്ഞിരിക്കുകയാണ്, ഈ പള്ളി, ഈ മല അച്ഛൻ്റെതാണ്, എനിക്ക് ഔദാര്യമായിട്ട് തന്നിരിക്കുക. അപ്പൊ അതുകൊണ്ട് അവിടുത്തെ വീടുകളിലെല്ലാം ഞാൻ കയറിയ കൂട്ടത്തിൽ ഈ അമ്മച്ചിയുടെ വീട്ടിൽ ഞാൻ വിചാരിച്ചു, ദൈവമേ, എന്തോരു വലിയ മലയിലാണ് ഈ അമ്മച്ചി താമസിക്കുന്നത്. ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോ അമ്മച്ചി എന്നെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ, അച്ഛനൊന്ന് വരുമോ? അമ്മച്ചി എന്നോട് വരാൻ പറയരുത്, ഭയങ്കര മലയിലാണ്. ഞാൻ പറഞ്ഞു, അമ്മച്ചി ഞാൻ വരാം. അങ്ങനെ ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പോയി. അവിടെ ചെന്നപ്പോ അമ്മച്ചി പറഞ്ഞു, എന്നാ വേണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇപ്പൊ ഒരു ബിരിയാണി കഴിച്ചാൽ കൊള്ളാം, ഉണ്ടോ? അതൊന്നുമില്ല. എന്നാ പിന്നെ എന്നാ ഇവിടെ ഉള്ളത് അത് പറ. അപ്പൊ എന്നോട് പറഞ്ഞു, ഞാൻ ഒരു കട്ടൻ ചായ തരാം. പാവപ്പെട്ട അമ്മച്ചിയാണ്, ഒന്നുമില്ല, ഒരു ചെറിയ വീട്, ഒന്നുമില്ലാത്ത അമ്മച്ചിയാണ്. ബിരിയാണി എന്നൊക്കെ പറഞ്ഞ അമ്മച്ചി തലയിറങ്ങി വീഴും. അമ്മച്ചി പറഞ്ഞു, ഞാൻ ഒരു കട്ടൻ ചായ തരാന്ന് പറഞ്ഞു. അതേ ഉള്ളു ഇവിടെ, കട്ടൻ ചായ എങ്കിൽ കട്ടൻ ചായ. അങ്ങനെ അമ്മച്ചി കട്ടൻ ചായ തന്നു. ഞാനത് കുടിച്ചോണ്ടിരിക്കും. എൻ്റെ അടുത്ത് പറഞ്ഞു, എന്തിനാ വിളിച്ചാന്നറിയാമോ? ഞാൻ പറഞ്ഞു, എന്തിനാ? എനിക്ക് അടുക്കള പണിയാൻ പഞ്ചായത്തിൽ നിന്ന് 20,000 രൂപ കിട്ടി. അതിനാണ് എന്നെ വിളിച്ചത്. അവ എന്നോട് പറയാണ്, അച്ഛൻ വന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം എനിക്കത് തുടങ്ങാൻ. അമ്മച്ചി ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. ഞാൻ എന്നോട് നേരത്തെ ഫോണിൽ കൂടെ പറഞ്ഞായിരുന്നു, ഞാൻ ഫോണിൽ കൂടെ അങ്ങ് പ്രാർത്ഥിച്ചു. അപ്പൊ അമ്മച്ചി പറയണം, അച്ഛാ, എന്റെ ഒരു ആഗ്രഹം, അച്ഛൻ പ്രാർത്ഥിക്കും. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് അമ്മച്ചി എന്നോട് പറഞ്ഞു, അച്ഛാ, ഇനി അച്ഛൻ വന്ന്
പ്രാർത്ഥിച്ചിട്ട് വേണം ഞാൻ ഇതിന്റെ അടുപ്പ് കത്തിക്കാൻ. അടുക്കള പണി തീർന്നിട്ട് അമ്മ ഇനിയും വരണമല്ലോ എന്ന് ഞാൻ ഓർത്തു. ഏതായാലും ഞാൻ തിരിച്ചു പോയി. 1-2 മാസം അത്രയും സമയം എടുത്തു. 20,000 രൂപ. പാവം ആമച്ചി ഈ അടുക്കള പണിയാന്ന് പറഞ്ഞ അടുക്കള മെയിൻ്റനൻസ് ചെയ്തു, ഒപ്പിച്ചു വെച്ചു. എന്നിട്ട് എന്നെ വിളിയോടെ വിളി, അച്ഛാ മഴയാ അച്ഛാ, മഴയാ അച്ഛാ, വെളിയിൽ അച്ഛാ ഇപ്പൊ എല്ലാം വെക്കുന്ന വാ അച്ഛാ. ഞാൻ ചെന്നു. ഞാൻ പറഞ്ഞു കട്ടൻ ചായ വേണം. കട്ടൻ ചായ കുടിക്കുമ്പോൾ ഞാൻ അമ്മച്ചോട് പറഞ്ഞു, ഇവിടെ ഇരുന്ന് എനിക്കൊരു കാര്യം പറയാം. പഞ്ചായത്തുകാരൊക്കെ ഇപ്പൊ നല്ല ഔദാര്യം ഉള്ളവരാണ്. ഇനി അവര് കക്കൂസ് തരും, കിണർ തരും, എന്നെ വിളിക്കരുത്. എല്ലാം ചേർത്ത് ഒരു പ്രാർത്ഥന ഇപ്പൊ ഞാൻ പ്രാർത്ഥിച്ചു തരികയാണ്. ഇനി എന്നെ വിളിക്കരുത്. പഞ്ചായത്തിൽ നിന്ന് ഇപ്പൊ ഇഷ്ടം പോലെ സഹായം കിട്ടുന്നുണ്ട്. അപ്പൊ അമ്മച്ചി ചിരിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഇനി വിളിക്കത്തില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോ എന്നെ വിളിച്ചു, ഇങ്ങോട്ട് വരുവോ? അപ്പൊ എനിക്ക് മനസ്സിലായി പഞ്ചായത്തുകാർ ഇതാ അടുത്തത് അനുവദിച്ചു കഴിഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, അമ്മച്ചി പുതിയതും എല്ലാം അനുവദിച്ചോ? അപ്പൊ സങ്കടമാണ്. ഞാൻ പറയുന്ന എന്റെ നേരം പോക്കിനോട് റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഇങ്ങോട്ട് വരുവോ, അത്യാവശ്യം ഇങ്ങോട്ട് വരുവോ? ഞാൻ പോയി. ചെലമേന്റെ അടുത്ത് പറഞ്ഞു, ആ മുറിയില് ഒരാൾ കിടപ്പുണ്ടെന്ന് കാണാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് അമ്മച്ചി മാത്രമേ അവിടെ താമസമുള്ളൂ എന്റെ അറിവിൽ. ഞാൻ മുറിയിലേക്ക് ചെന്ന് നോക്കുമ്പോ താടിയൊക്കെ വളർത്തി, കണ്ണൊക്കെ കുഴിഞ്ഞ് മെലിഞ്ഞ് അസ്ഥിവഞ്ചരമായി ഒരു ചെറുപ്പക്കാരൻ കട്ടിലെ കിടപ്പുണ്ട്. ഞാൻ ചോദിച്ചു, ഇതാരാ? എന്റെ മോനാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്റെ അറിവിൽ ഇങ്ങനൊരു മോനില്ലല്ലോ. അമ്മച്ചി പറയാണ്, അച്ഛാ 12ാമത്തെ വയസ്സിൽ വീട്ടിൽ നിന്ന് വീട് വിട്ട് ഒളിച്ചോടിപ്പോയതാണ്. പിന്നെ ഇപ്പോഴാ വരുന്നത് മരണാസന്ന നിലയിൽ. അവൻ എന്റെ അടുത്ത് പറഞ്ഞു, എന്റെ അടുത്തൊന്ന് ഇരിക്കുവോ അച്ചോ? ഞാൻ കസേരയിട്ടിരുന്നു. അവൻ പറഞ്ഞു, അമ്മച്ചി ഇവിടുന്ന് പുറത്ത് വെക്കാൻ പറയും. ഞാൻ പറഞ്ഞു, അമ്മച്ചി എനിക്ക് കട്ടൻ ചായ. അമ്മച്ചി കട്ടൻ ചായ എടുക്കണം. അപ്പൊ ഈ ചേട്ടൻ എന്നോട് പറയുകയാണ്, അച്ഛാ അമ്മച്ചിയോട് പറയണ്ട, ഇപ്പം ഞാൻ ജീവിക്കും, അതാ ഡോക്ടർ പറഞ്ഞു. ഞാൻ ചോദിക്കുമ്പോ ഈ മനുഷ്യനോട് പറഞ്ഞു, ഞാൻ എയ്ഡ്സ് രോഗിയാണ്. ഞാൻ ചോദിച്ചു, എന്താ നീ വീട് വിട്ട് ഇറങ്ങിപ്പോയി? അവൻ പറഞ്ഞു, അച്ഛാ വലിയ ദാരിദ്ര്യം, അപ്പന്റെ മദ്യപാനം, കുടുംബത്തിലെ ഞെരുക്കം, ഒരു കൊച്ചുകുട്ടിക്ക് താങ്ങാനാവാത്ത വേദനയുടെ ആധിക്യം. അങ്ങനെ ഞാൻ വീട് വിട്ടു പോയതാണ്. ഒരുപാട് അലഞ്ഞു. മുംബൈയിലെത്തി. ഒത്തിരി ചെറിയ പണികൾ ചെയ്തു, ഹോട്ടലുകളിൽ ജോലി ചെയ്തു, തെരുവിൽ കിടന്നുറങ്ങി. അങ്ങനെ ഒരു നല്ല ജോലി കിട്ടി. പിന്നെ അവിടുന്ന് ജീവിതം ഒന്ന് പിടിച്ചു കയറാൻ പരിശ്രമിച്ചു. കല്യാണം കഴിച്ചു. 2 കുട്ടികളുണ്ടായി, 2 പെൺകുട്ടികൾ. ചെറുപ്പത്തിൽ ഒത്തിരി വഴിവിട്ട് നടന്നിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞിട്ടും ആ ജീവിതത്തിന് മാറ്റം വന്നില്ല. മോശമായിട്ട് ഒത്തിരി നടന്നു. ഒടുവിൽ ഈ രോഗം പിടിപെട്ടു. ഈ രോഗമാണെന്നറിഞ്ഞപ്പോ ഭാര്യ മക്കളെയും കൊണ്ട് അവരുടെ വീട്ടിലേക്ക് തിരിച്ചുപോയി. ആരും നോക്കാനില്ലാതായി. മരണത്തോടടുത്തു. കൂട്ടുകാര് വീടും അഡ്രസ്സും ഒക്കെ ചോദിച്ച് മനസ്സിലാക്കി ഇവിടെ കൊണ്ടുവന്നാക്കി. എന്നോട് ആ മനുഷ്യൻ പറഞ്ഞു, അച്ഛാ എനിക്കിനി ഭൂമിയിൽ വലിയ പ്രതീക്ഷയൊന്നുമില്ല. 2-3 ആഗ്രഹമുണ്ട്. എന്റെ പൊന്നച്ഛൻ ഒന്ന് സാധിച്ചു തരണം. ഒന്ന്, മരിക്കുമ്പോ പള്ളിയിൽ അടക്കണം. 2, കുമ്പസാരിപ്പിക്കണം, പരിശുദ്ധ കുർബാന തരണം. 3, മക്കളെ ഒന്ന് കണ്ടാക്കൊള്ളാന്നുണ്ട്, അതിനൊരു സാഹചര്യം ഉണ്ടാക്കി തരണം. അമ്മച്ചി കട്ടൻ ചായ കൊണ്ടുവന്ന് തരുമ്പോ ഞാൻ വിറങ്ങലിച്ചിരിക്കും. എനിക്ക് എന്നാ ചെയ്യണ്ട, ഒന്നും അറിയാൻ പാടില്ല. ഞാൻ വിഷമിച്ചിരിക്കും. ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു, കുറച്ചുപേരോട് അമ്മച്ചി ഒന്ന് വെള്ളി നിൽക്കാൻ പറഞ്ഞു. ഞാൻ ഈ മനുഷ്യനോട് സംസാരിച്ചു. അപ്പൊ തന്നെ കുമ്പസാരത്തിന് ഒരുക്കി, കുമ്പസാരിപ്പിച്ചു. ഇപ്പൊ വിശുദ്ധ കുർബാനയും കൊണ്ട് വരാന്ന് പറഞ്ഞു. പോയി
5 കിലോമീറ്റർ അപ്പുറത്താണ് താമസിക്കുന്നത്. അവിടുന്ന് വിശുദ്ധ കുർബാന എടുത്തുകൊണ്ട് വന്നു. ഈ മനുഷ്യന് വിശുദ്ധ കുർബാന കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു, മരിക്കും, അടക്കണം, അതൊക്കെ അവിടെ നിൽക്കട്ടെ, നിന്റെ മക്കളെ കാണാൻ ഒരു അവസരം ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഞാൻ ഈ ഭാര്യയുടെ നമ്പർ തപ്പി പിടിച്ചു, ഭാര്യയെ വിളിച്ചിട്ട് ഒരു ഭിക്ഷക്കാരനെ പോലെ ഞാൻ യാചിച്ചു. ജീവിതത്തിൽ ആർക്കും തെറ്റ് വരാം, അവന്റെ സാഹചര്യങ്ങൾ അങ്ങനെയായിരുന്നു. അവനെ നല്ലത് പഠിപ്പിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അവൻ വീട് വിട്ടിറങ്ങിപ്പോയി ഒളിച്ചോടി പോയ ഒരാളാണ്, നിനക്കെല്ലാം അറിയാം. അവനൊരു അബദ്ധം പറ്റി, അവൻ തെറ്റിലൂടെ നടന്നു. നീ ക്ഷമിക്കണം. അവൻ ഏതാനും ദിവസങ്ങൾ കൂടി ഈ ഭൂമിയിലുള്ളൂ. അവന്റെ മക്കളെ കാണണമെന്ന് അവൻ ആഗ്രഹമുണ്ട്. നീ വരാമോ? ഈ വീട്ടിൽ വരാൻ നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ വരണ്ട, നീ വരുന്നിടത്ത് ഞാൻ അവനെ കൊണ്ടുവരാം. അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എന്നോട് വിഷമൊന്നും വിചാരിക്കരുത്, എന്നെ ശപിക്കരുത്. ആ നശിച്ച മനുഷ്യനെ കാണാൻ ഞാനും എൻ്റെ മക്കളും വരില്ല. ഞാൻ ഇവന്റെ അടുത്ത് ചെന്നു. അവനോട് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, വരാന്നവര് പറഞ്ഞിട്ടുണ്ട്, കുറച്ച് താമസിക്കുമായിരിക്കും, ഇപ്പൊ വരാൻ പറ്റാത്ത സാഹചര്യമാണ്, വരുമായിരിക്കും, സാരമില്ലടാ, നീ പ്രാർത്ഥിച്ചു കിടക്ക, അവര് വരും. മക്കള് വരുന്നതും കാത്ത് അവൻ കിടന്നു. മക്കളെ കാണാതെ അവൻ മരിച്ചു. പള്ളിയിൽ അവനെ അടക്കി. ഉച്ച കഴിഞ്ഞിട്ടാണ്, ഒരു 4 മണിക്ക് ശവസംസ്കാരം കഴിഞ്ഞു. എല്ലാരും പോയി. ഈ അമ്മച്ചി ഒറ്റയ്ക്ക് അവിടെ നിൽപ്പുണ്ട് പള്ളി മുറ്റത്ത്. എനിക്ക് ആ മുഖത്ത് നോക്കാൻ വയ്യ. ഞാനതുകൊണ്ട് മാറിയൊക്കെ നടന്നു. പള്ളി പൂട്ടുന്നത് ഒരു കൊച്ചു പയ്യനാണ്. അവന് വീട്ടിൽ പോണം. പള്ളി പൂട്ടിയിട്ട് അവൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛാ പള്ളി പൂട്ടണം. അപ്പൊ ഞാൻ പറഞ്ഞു, പള്ളി പൂട്ട. ആ അമ്മച്ചി പള്ളിയിൽ ഇരിപ്പുണ്ടെന്ന്. ഞാൻ പള്ളിയിലേക്ക് ചെന്നു. പള്ളിയുടെ ഏറ്റവും പുറകിൽ ഒരു ചാരു ബെഞ്ചിൽ നിശ്ചേതനയായിട്ട് എവിടേക്കോ ഇങ്ങനെ നോക്കി ഒരു കല്ല് പോലെ ഈ അമ്മ ഇരിപ്പുണ്ട്. ഞാൻ പോയി അടുത്തിരുന്നു, കയ്യെ പിടിച്ചു. വാവിട്ട് കരയുന്നൊന്നുമില്ല, ചെറിയ സങ്കടമുണ്ട് മുഖത്ത്, ഉള്ളിൽ ഒത്തിരി സങ്കടമുണ്ട്, മുഖത്ത് ഒത്തിരി ഒന്നും പ്രകടിപ്പിക്കുന്നില്ല. എന്നടുത്ത് പറഞ്ഞു, എൻ്റെ അച്ചോ, എന്റെ വീട്ടില് ഇത് 5ാമത്തെ ശവപ്പെട്ടിയാണ് വെക്കുന്നത്. 5 മരണം കണ്ട അമ്മയാണ് ഞാൻ. അപ്പൊ ഞാൻ പറഞ്ഞു, മിച്ചി പോകുന്നില്ലേ വീട്ടില്? എന്നോട് ഇങ്ങനെ പറഞ്ഞു, ചോ ഞാൻ ഇവിടെ ഇരിക്കട്ടെ, എനിക്ക് വീട്ടിൽ പോവാൻ ഇപ്പൊ വയ്യ, ഞാൻ ഇവിടെ ഇരിക്കട്ടെ. ഇപ്പൊ ഞാൻ വീട്ടിൽ പോയാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും, ഞാൻ ഇവിടെ ഇരിക്കട്ടെ, പള്ളി ഞാൻ അടച്ചോളാം, അച്ഛൻ പൊക്കോ. എനിക്കിന്ന് വൈകുന്നേരം ഒരു സ്ഥലത്ത് പോകണം. അതുകൊണ്ട് എനിക്ക് ഒത്തിരി അവിടെ നിൽക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അമ്മച്ചെ ആശ്വസിപ്പിച്ചിട്ട് അമ്മച്ചി പള്ളി അടച്ചോളൂ എന്ന് ആ കൊച്ചു പയ്യനോട് പറഞ്ഞിട്ട് ഞാൻ വണ്ടി എടുത്ത് തിരിച്ചു പോകുമ്പോ ഇപ്പൊ പെയ്തില്ലേ അതിനേക്കാൾ ഭീകരമായ ഒരു മഴ പെയ്തു. ആ മഴയായതുകൊണ്ട് എനിക്ക് ഉറക്ക കരയാൻ പറ്റി. ഞാൻ വണ്ടി ഓടിച്ച് വാവിട്ട് കരഞ്ഞു തിരിച്ചുപോയി. എനിക്ക് അറിയാൻ പറ്റില്ല എങ്ങനെയാ ഈ അമ്മയെ ആശ്വസിപ്പിക്കുന്നത്. ഇനി അമ്മയോട് ഞാൻ എന്താ പറയണ്ടേ, എന്താ പറഞ്ഞു കൊടുക്കണ്ടേ? 5ാമത്തെ ശവപ്പെട്ടി. 2 ദിവസം കഴിഞ്ഞ ഞായറാഴ്ചയാണ്. 9 മണിക്കാണ് അവിടുത്തെ വിശുദ്ധ കുർബാന. ഞാൻ 8 മണിക്ക് ചെല്ലും. 8 മണിക്ക് ഞാൻ ചെല്ലും മുമ്പേ എല്ലാ ഞായറാഴ്ചയും ആ പള്ളിയിലെത്തുന്നത് ഈ അമ്മയാണ്. ആ ഞായറാഴ്ചയും പള്ളിയിൽ ഈ അമ്മ എത്തിയിട്ടുണ്ട്. ഒന്നും സംഭവിക്കാത്തതുപോലെ എൻ്റെ അടുത്തേക്ക് ഓടി വന്നിട്ട്, അച്ഛാ അച്ഛൻ മടുത്തോ, അച്ഛൻ കഴിച്ചോ? ദാവീദ് പറയുകയാണ്, നിങ്ങൾ എന്നോടൊത്ത് ദൈവത്തെ സ്തുതിക്ക്, അത് കേട്ട്
പീഡിതർ ആനന്ദിക്കട്ടെ. മനസ്സിലാവുന്നുണ്ടോ? 5 മരണം കണ്ട ഈ അമ്മ ഞായറാഴ്ച ദൈവത്തെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ്. സിസ്റ്റേഴ്സ് പറഞ്ഞത് ഞാൻ കഴിഞ്ഞ ദിവസം ചെന്നപ്പോ ഈ അമ്മച്ചി മരിച്ചെന്നാണ്. ഈ അമ്മച്ചി മരിച്ചു. എവിടാ ഈ അമ്മച്ചി? സ്വർഗത്തിലാണ്. സ്വർഗത്തിൽ ഒരു സംശയം വേണ്ട, സ്വർഗത്തിലാണ്. നമ്മളെപ്പോലുള്ള പീഡിതർക്ക് പിടിച്ചു നിൽക്കാൻ ഇതുപോലെയുള്ള പ്രകാശഗോപുരങ്ങൾ ബലമാണ്, ശക്തിയാണ്. ചൊത്തി പറഞ്ഞേ ഹല്ലേലൂയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദാവീദ് പറയുകയാണ്, നമുക്കൊരുമിച്ച് കർത്താവിനെ സ്തുതിക്കാം. ഈ കഷ്ടതയിൽ, ഈ ദുരിതത്തിൽ, ഈ വേദനയിൽ നമ്മൾ ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുമ്പോ, അപ്പൻ അമ്മ അങ്ങനെ സ്തുതിക്കുമ്പോ മക്കൾക്ക് അത് ധൈര്യമാണ്. മക്കൾക്കത് ബലമാണ്, ശക്തിയാണ്. തോറ്റുപോകാത്ത, പരാജയപ്പെടാത്ത ഒരു ആത്മവീര്യത്തിന്റെ ശക്തി തലമുറയുടെ സിരകളിലേക്ക് കുത്തിവെക്കാൻ നിങ്ങളുടെ വിശ്വാസത്തിന്റെ ധൈര്യം മാതാപിതാക്കളെ നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ മുമ്പിൽ പ്രകടിപ്പിക്കണം എന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. ഇത് മാറും, ഈ പ്രശ്നം മാറും, ഈ രോഗം മാറും, ഈ തകർച്ച മാറും, നമ്മൾ രക്ഷപ്പെടും, നമ്മുടെ കുടുംബം രക്ഷപ്പെടും. ഇതാണ് പറയേണ്ടത്. നിരാശ, ആത്മഹത്യ, അമിത ദുഃഖം, ഈ അമ്പ്, ഈ മുന, ഈ ആയുധം, ഇതിങ്ങനെ ചങ്കനകത്തേക്ക് കുത്തിയിറക്കാൻ സാത്താൻ ശ്രമിക്കുമ്പോ ദാവീദിനെ പോലെ എന്റെ പ്രിയപ്പെട്ട മക്കളെ പറയണം, ഈ തകർച്ചയിൽ നിന്ന് നമ്മൾ പുറത്തു വരും. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ തകർച്ചകളിൽ ദൈവത്തെ സ്തുതിക്കണം. ഇതാണ് സത്യത്തിൽ നമുക്ക് മാതാപിതാക്കൾക്ക് മക്കൾക്ക് കൊടുക്കാനുള്ള ഒരു എനർജി. അതാണ് എന്റെ അപ്പൻ, എന്റെ അമ്മ, എന്റെ വല്യപ്പൻ, എന്റെ വല്യമ്മ, അതായത് ഏത് പ്രതികൂലത്തിന്റെ നടുവിലും കർത്താവ് കൂടെ ഉണ്ടെന്ന് വിശ്വസിച്ച് ധൈര്യപൂർവ്വം നിന്ന ആളുകളാണ്. അതൊക്കെയാണ് നമ്മുടെ കുടുംബങ്ങളുടെ കരുത്ത്. 2000 വർഷം മുമ്പ് സുവിശേഷം കേട്ട ഈ മണ്ണിൽ സത്യത്തിൽ വീരോചിതമായി വിശ്വാസം ജീവിക്കുന്ന 10,000 ആളുകൾ. അതിശക്തമായ വിശ്വാസമാണ് അവരുടെ. അത് ചെറിയ കാറ്റിൽ നിന്ന് അവരൊന്നും തളരില്ല. എന്തോ ഒരു വിശ്വാസം ശക്തമായിട്ട്. ഞാൻ എന്റെ ജീവിതത്തിൽ എന്റെ ഏറ്റവും നല്ല കാലം ഞാനൊരു കോളനി താമസിച്ചിരുന്ന സമയമാണ്. അതായത് അവിടെ ശരിക്കും പറഞ്ഞാല് ആ ആദിവാസി കോളനിയിൽ ഒരു ചെറുപ്പക്കാരൻ മരിച്ചു. ഒരാഴ്ച കഴിഞ്ഞ് അവന്റെ ചേട്ടൻ മരിച്ചു. അപ്പനാകെ 2 മക്കൾ. ഇളയവൻ ആദ്യത്തെ ആഴ്ച, മൂത്തവൻ 2ാമത്തെ ആഴ്ച മരിച്ചു. സെമിത്തേരി ഇല്ല അവിടെ, കോളനിക്കകത്ത് സെമിത്തേരി ഇല്ല, വീട്ടുമുറ്റത്താണ് അടക്കുന്നത്. മക്കളെ ഒരാളെ ഇവിടെ അടക്കി, ഒരാളെ ഇവിടെ അടക്കി. കാല് വെച്ച് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുന്നത് മക്കളുടെ ശവക്കല്ലറകളിലേക്കാണ്. പക്ഷെ വൈകുന്നേരം വിളിച്ച് ആരാധിക്കാൻ വിളിക്കുമ്പോ, സ്തുതിക്കാൻ വിളിക്കുമ്പോ ഈ ചേട്ടൻ നിപ്പുണ്ടാവും. ഹല്ലേലൂയ പറയാം. എന്തോ ഒരു മനുഷ്യനതൊക്കെ. 2 മക്കള്, ഒരു പിടി മണ്ണ്, ഒരു പിടി അസ്ഥിക്കൂല, അസ്ഥിപഞ്ജരം. ഈ മണ്ണിനടിയിൽ കുഴിച്ചു മൂടപ്പെട്ട മക്കളെ കുറിച്ചുള്ള സ്വപ്നം. ഒരു ആയുസ് മുഴുവൻ അപ്പൻ നെഞ്ചുമൂടിനകത്ത് ഒതുക്കി വെച്ച സമസ്ത സ്വപ്നങ്ങളും മൺകൂടാരം. അവിടെ ഈ മനുഷ്യൻ ഹല്ലേലൂയ അത് പറയാൻ വരിക. കൈലിമുണ്ട് ഉടുത്ത് ബെന്നിന് വിട്ട് സുവിശേഷം കേൾക്കാൻ, അല്ലെങ്കിൽ ഈ വിശുദ്ധ കുർബാനയ്ക്ക് വരുന്ന മക്കൾ അവിടെ ഉണ്ടായിരുന്നു. നൈറ്റ് ഇട്ട് പരിശുദ്ധ കുർബാനയ്ക്ക് വരുന്ന ചേച്ചിമാരുന്നു. ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവര്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത്, ദാവീദ് പറയുകയാണ് 34-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുകയാണ്, നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാം. രോഗമുള്ള നീ, സാമ്പത്തിക ബാധ്യതയുള്ള ഞാൻ, കഷ്ടപ്പാടുള്ള നീ, കണ്ണുനീരുള്ള ഞാൻ, മക്കള് മരിച്ച നീ, കാലു വയ്യാത്ത ഞാൻ, നമുക്ക് എല്ലാവർക്കും കൂടെ ദൈവത്തെ സ്തുതിക്കാം. അങ്ങനെ തകർച്ചകളിൽ, പ്രാരാബ്ധങ്ങളിൽ, ദുരിതങ്ങളിൽ, ദുഃഖങ്ങളിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുമ്പോ പീഡിതർ അത് കേട്ട് ആനന്ദിക്കും. പീഡിതർ എന്ന് പറയാനറിയോ? ഈ കൂട്ടത്തില് മടുത്തിരിക്കുന്ന ചിലരുണ്ട്, നിരാശയിൽ ആണ്ടുപോയ ചില ജീവിതങ്ങളുണ്ട്. അവര് നോക്കുമ്പോ ആ കാലില്ലാത്തവൻ, ആ വീൽ ചെയറിൽ ഇരിക്കുന്നവൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവര് നോക്കുമ്പോ ആ കൂട്ടിലിരുന്ന് വന്ന ചേട്ടൻ ഇതാ ദൈവത്തെ സ്തുതിക്കുന്നു. അവര് നോക്കുമ്പോ മകൻ മരിച്ചൊരമ്മ ഇതാ ദൈവത്തെ സ്തുതിക്കുന്നു. അവര് നോക്കുമ്പോ മക്കള് മുഴുവൻ തിരിഞ്ഞു നോക്കാതെ വൃദ്ധസദനത്തിലേക്ക്
അടച്ചാക്ഷേപിച്ച് കൊണ്ടുപോയിട്ട ഒരു അപ്പച്ചനും അമ്മച്ചി ഇതാ ദൈവത്തെ സ്തുതിക്കുന്നു. അത് കേട്ട് എന്ത് ചെയ്യും? പീഡിതർ ആനന്ദിക്കും. എന്നോട് വായിച്ചാൽ മതി മുതല് 34-ാം സങ്കീർത്തനം. കർത്താവിനെ ഉറക്കെ വായിച്ചേ. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും, അവിടുത്തെ സ്തുതികൾ എപ്പോഴും എന്റെ അധരങ്ങളിൽ ഉണ്ടായിരിക്കും. കർത്താവിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു, പീഡിതർ കേട്ട് ആനന്ദിക്കട്ടെ. എന്നോടൊത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ, നമുക്കൊരുമിച്ച് അവിടുത്തെ നാമത്തെ സ്തുതിക്കാം. 4-ാം വാക്യം ഉറക്കെ വായിച്ചേ. ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി, സർവഭയങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. 4-5 എന്നോട് വായിച്ചേ. ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി, സർവഭയങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. അതായത് വിശ്വാസത്തിന്റെ വിപരീത പദം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. പറ. ഭയം. അവിശ്വാസമല്ല, അത് ഭാഷാപരമായിട്ട് അവിശ്വാസം. പക്ഷെ വിശ്വാസത്തിന്റെ വിപരീത പദം ഭയം, പേടിയാണ്. നമുക്ക് പേടി. ഒരു വ്യക്തിക്ക് വിശ്വാസമില്ല എന്നതിന്റെ തെളിവ് പേടി, ഭയമാണ്. ഉള്ളിൽ ഭയം. അതായത് ഞാൻ കടക്കണിയിൽപ്പെട്ട് ആത്മഹത്യ ചെയ്യേണ്ടി വരുമോ? എന്റെ മക്കൾ നശിച്ചു പോകുമോ? ഈ അവസ്ഥയെ തുടർന്നാൽ എന്റെ കാര്യം എന്താണ്? ഭയം. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിൽ ഇഷ്ടം പോലെ ഭയമുണ്ട്. അതായത് ഒരാൾ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു, നമ്മുടെ നാട്ടില് ഏത് കാണിക്ക വഞ്ചി വെച്ചാലും അത് നിറയും. കാരണം മനുഷ്യന്റെ ഉള്ളിൽ അത്രയ്ക്ക് ഭയവും കുറ്റബോധവും ഉണ്ട്. അതുകൊണ്ട് എവിടെ വഞ്ചി കൊണ്ടുവച്ചാലും അത് നിറയും. പേടിയാണ് മനുഷ്യനെ പലപ്പോഴും ദേവാലയത്തിലെത്താൻ പ്രേരിപ്പിക്കുന്നത്. ഭയമാണ്. ഭയം. കുമ്പസാരക്കൂട്ടിലേക്ക് ഓടാൻ പ്രേരിപ്പിക്കുന്നത് ഭയമാണ്. ധ്യാന കേന്ദ്രങ്ങൾ പലപ്പോഴും നിറയുന്നത് പേടിച്ചിട്ടാണ്. ഭയത്തിന്റെ വിപരീത പദമാണ് വിശ്വാസം. അപ്പൊ ഞാൻ ദൈവത്തെ തേടി, ഈ ഉറപ്പ് എന്തുറപ്പാ? ഇത്ര നേരം നമ്മൾ പറഞ്ഞത്, കർത്താവ് അറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല. ഈ ഉറപ്പ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ കിട്ടിയപ്പോ അവന്റെ പേടി പോയി. സർവഭയങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി, എല്ലാ ഭയത്തിൽ നിന്നും അവിടുന്ന് എന്നെ വിമോചിപ്പിച്ചു. അപ്പോ ഒരാളുടെ ഉള്ളിൽ നിന്ന് ഭയം വിട്ടുപോയി. അതായത് 3 കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കണം. വിശ്വാസത്തിന്റെ ഒരു വ്യാഖ്യാനം ഞാൻ പറയാൻ പോകണം. 3 കാര്യങ്ങൾ വിശ്വസിക്കണം. 1, ദൈവം സർവശക്തനാണ്. അവർക്ക് പറഞ്ഞേ, ദൈവം സർവശക്തനാണ്. എന്നൂടെ പറഞ്ഞേ, ദൈവം സർവശക്തനാണ്. 2, ദൈവം അനന്ത നന്മയാണ്. പറഞ്ഞേ, ദൈവം അനന്ത നന്മയാണ്. 3, ദൈവം അനന്ത ജ്ഞാനമാണ്. പറഞ്ഞേ. അപ്പൊ ഈ 3 കാര്യങ്ങൾ വെച്ച്, 1, ദൈവം സർവശക്തൻ, 2, ദൈവം അനന്ത നന്മ, 3, ദൈവം അനന്ത ജ്ഞാനം. വിശ്വാസം എന്ന് പറയുന്നത് ഇത് 3-മാണ്. ഞാൻ വ്യാഖ്യാനിക്കാം, ശ്രദ്ധിച്ചു കേൾക്കാം. അതായത് ദൈവം സർവശക്തനാണ്. ദൈവത്തിന് എന്നെ ഏത് പാതാളക്കുഴിയിൽ നിന്നും രക്ഷപ്പെടുത്താൻ പറ്റും. അതായത് ഏത് പ്രശ്നത്തിനും ദൈവത്തിന്റെ ചങ്കിൽ ഒരു സൊല്യൂഷൻ ഉണ്ട്. ഇതാണ് ദൈവ സർവശക്തനാണെന്ന് പറഞ്ഞത്. അതായത് പ്രശ്നം എന്തോ ആവട്ടെ, പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. ഇത് വിശ്വാസത്തിന്റെ ഒരു ഭാവം അതാണ്. അതായത് പരീക്ഷ എന്തു തന്നെയാണെങ്കിലും, ഇത് എന്തെല്ലാം ക്രൈസിസ് ആണ് നമ്മുടെ ജീവിതത്തിൽ വരുന്നതെങ്കിലും, അതിന് ദൈവത്തിന്റെ ചങ്കിൽ ഒരു സൊല്യൂഷൻ ഉണ്ട്. ഇതിനകത്തങ്ങ് ക്ലാരിറ്റി വരണം. ദൈവത്തിന്റെ കയ്യിൽ ഇതിനൊരു പരിഹാരം ഉണ്ട്. തളർവാദ രോഗി, 38 കൊല്ലമായിട്ട് തളർന്നു കിടന്നവൻ അവിടെ കിടക്കുക. അപ്പൊ ഈശോ വന്നു. ഈശോ ചോദിച്ചു, സുഖപ്പെടാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? എന്താ അവന്റെ മറുപടി? അയ്യോ സാറേ, എന്നെ കുളത്തിലിറ കാര്യമില്ല. ചോദിച്ചെന്താ? സുഖപ്പെടാൻ നിനക്ക് ആഗ്രഹമുണ്ടോ?
നിനക്ക് പരീക്ഷയ്ക്ക് ജയിക്കണോ? വേണം. അതാണ് ഡയറക്റ്റ് ആൻസർ. ജയിക്കണോ? വേണം. ഐസ്ക്രീം വേണോ? വേണ്ട. നല്ല കുട്ടിയാണ്, വേണ്ട. അല്ലാതെ ഐസ്ക്രീം വേണോ എന്ന് ചോദിച്ചാൽ ഇപ്പം മഴയാണല്ലോ അങ്ങനെയൊന്നും പറയണ്ടല്ലോ. ഒരു ചോദ്യം ചോദിച്ചാൽ അതിന്റെ മറുപടി എന്താ പറയണ്ടേ? സുഖപ്പെടാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? ഒന്നുകിലുണ്ട്, അല്ലെങ്കിൽ സോറി സാർ 38 കൊല്ലായി, ഇനിയിപ്പോ ഒരു 5-6 മാസം കൂടിയാൽ ഇനിയിപ്പോ ഇത് സുഖപ്പെട്ടാൽ തന്നെ ഇത് കൊണ്ടല്ല ചെയ്യാനാ. വേണ്ടടോ, ഇവിടെ കിടന്നോളാം. അതാണ് മാന്യത, അതാണ് മര്യാദ, അതാണ് തറവാടിത്തം കേട്ടോ. അല്ലാതെ സുഖപ്പെടാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? കുളത്തിലിറക്കാൻ യാറുമില്ലേ എന്നും നല്ല പറയണ്ട. അപ്പൊ ഞാനിത് വായിക്കുമ്പോ എനിക്കൊന്ന് സംശയം വരികയാണ്. ഇത് ഈ പൊട്ടൽ എന്തിനാ ഇങ്ങനെ പറഞ്ഞേ? എന്റെ പ്രശ്നം അത് ഇയാൾക്ക് ഇത് സുഖപ്പെടാം അല്ല. എന്നിട്ട് സുഖപ്പെടുത്തിയപ്പോ മാനമായിട്ട് കട്ടിലെടുത്ത് അല്ലെ മര്യാദയ്ക്ക് എന്നെ പഴയ പോലെ. പണ്ട് ഞാൻ എന്റെ ചെറുപ്പത്തിൽ ഓർക്കുന്നുണ്ട്, ഒരു ചേച്ചി, ഞാൻ ബസ്സിൽ ഇങ്ങനെ പോവാണ്, ചെറുപ്പത്തിൽ തീരെ ചെറുപ്പമാണ്. അപ്പോ ബസ്സിൽ പോകുന്ന സമയത്ത് ഇത്തിരി സുഖമില്ലാത്ത, മാനസികമായിട്ട് ഇത്തിരി സുഖമില്ലാത്തൊരു ചേച്ചി ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ പറയാം, ആ നാട്ടിൽ ഇഷ്ടം പോലെ അങ്ങനെയുള്ളവരുണ്ട്. അപ്പൊ ഒരു ചേച്ചി അങ്ങനെയാണ്. അപ്പൊ ഈ ചേച്ചി മിക്കവാറും ബസ്സിൽ കയറിയിട്ട് ടിക്കറ്റ് എടുക്കത്തില്ല. അപ്പൊ ഈ കണ്ടക്ടർ വന്നിട്ട്, ചേച്ചി എവിടാ? ഞാൻ എവിടെയും പോകും അങ്ങനല്ല. അപ്പൊ കണ്ടക്ടറുമായിട്ട് അടിയാവും. എല്ലാ ബസ്സിലും ഇതാ സംഭവിക്കുന്നത്, കണ്ടക്ടറുമായിട്ട് അടിയാവും. അറിയാവുന്ന കണ്ടക്ടർ പിന്നെ ടിക്കറ്റ് ചോദിക്കത്തില്ല. ഇങ്ങനെ കാണുമ്പോ തന്നെ അങ്ങോട്ട് നോക്കാതെ വേറെ വഴിക്ക് ആ സൈഡിലുള്ള 3-4 പേരുടെ ടിക്കറ്റ് കൂടെ ചോദിക്കാതെ കണ്ടക്ടർ പോകും. പക്ഷെ അറിയാൻ വയ്യാത്ത കണ്ടക്ടർമാരാണെങ്കിൽ അവര് വന്ന് ടിക്കറ്റ് ചോദിക്കുന്ന അടിയാണ്. അങ്ങനെ ബസ് ഇങ്ങനെ കുറെ ദൂരം പോയി കഴിയുമ്പോഴാണ് അടിമൂത്ത് അവസാനം ഡ്രൈവർ വണ്ടി നിർത്തിയിട്ട് കണ്ടക്ടർ പറയും, ഇറങ്ങടി. അപ്പൊ ഈ ചേച്ചി പറയും, എന്നെ കയറ്റിയെടുത്തിറക്കാൻ പറയും. പൊളിഞ്ഞില്ലേ? അവിടെ തിരിച്ചു പോകാൻ പറ്റുമോ എന്ന് പറഞ്ഞ പോലെ സുഖപ്പെട്ട് കഴിഞ്ഞപ്പോ പറഞ്ഞില്ലല്ലോ എന്നെ പഴയ പോലാക്ക് എന്ന് പറഞ്ഞോ? ഇല്ല, സുഖപ്പെട്ട് കഴിഞ്ഞപ്പോ നല്ല അന്തസ്സായിട്ട് കട്ടിലെടുത്ത് ഒറ്റപ്പോ. കർത്താവ് ചോദിക്കുകയാണ്, സുഖപ്പെടാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? ഉണ്ട്. ആ പറയാണ്, എന്നെ കുളത്തിലിറക്കാൻ ആരുമില്ല. എനിക്ക് ഒത്തിരി വായിച്ചിട്ട് അതിന്റെ അർത്ഥം കിട്ടിയത് എന്തെന്നറിയാമോ? അതായത് ഇവനെ സംബന്ധിച്ചിടത്തോളം സുഖപ്പെടാൻ ലോകത്ത് ഒറ്റ വഴിയുള്ളൂ. എന്താ വഴി? കുളത്തിലിറങ്ങാൻ. കാരണം അവനെ സംബന്ധിച്ച് സൗഖ്യം സംഭവിക്കണമെങ്കിൽ ഈ കുളത്തിലിറങ്ങിയാലേ പറ്റൂ. കർത്താവ് പറയാണ്, എടാ മണ്ട, നിന്നെ ഈ കുളത്തിലിറക്കാതെ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് നിന്നെ പൊക്കാൻ പറ്റുന്നവനാടാ ഈ കരയ്ക്ക് നിൽക്കുന്നത്. നിനക്ക് സുഖപ്പെടണോ? വേണോ? ദൈവം സർവശക്തനാണ്. കർത്താവിന് ഈ കുളമൊന്നും വേണ്ട നിന്നെ സുഖപ്പെടുത്താൻ. നമ്മൾ നമ്മുടെ സൊല്യൂഷൻസും കൊണ്ടിരിക്കുകയാണ്. കർത്താവിന് ഈ കുളത്തിന്റെ ആവശ്യമില്ല നിന്നെ സുഖപ്പെടുത്താൻ. ഇതാണ് വിശ്വാസത്തിന്റെ ഒരു ഡയമെൻഷൻ. ദൈവം സർവശക്തനാണ്. അവർക്ക് പറഞ്ഞേ, ദൈവം സർവശക്തനാണ്. മുദ്രാവാക്യം വിളിച്ചേ, ദൈവം സർവശക്തനാണ്. ഇതൊന്ന്. 2, ദൈവം അനന്ത നന്മയാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് തിന്മ വരില്ല. ദൈവം അനന്ത നന്മയാണെന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് തിന്മ വരില്ല. ദൈവം ദോഷം തരില്ല. അപ്പൊ നമ്മൾ പറയും, അപ്പൊ ഈ വന്ന ദോഷമോ, അപ്പൊ ഇപ്പൊ വന്ന ഈ ദുരിതമോ, ഇപ്പൊ വന്ന ഈ കണ്ണുനീരോ, ദോഷം എവിടെ നിന്ന് വന്നാലും ദൈവം അനന്ത നന്മയായതുകൊണ്ട്, ഇപ്പൊ ദൈവം ഇതാന്ന് വെച്ചു, ഉദാഹരണങ്ങൾ പരിമിതമാണ്. ദൈവം ഇതാണ്. ഈ ദൈവം എന്താണ്? ദൈവം അനന്ത നന്മയാണ്. നന്മയെന്ന് പറഞ്ഞാൽ അത് നന്മ മാത്രമാണ്. നമ്മൾ ദോഷമായിട്ട് നിൽക്കുന്ന ഞാൻ ഈ കർത്താവിനെ തേടി. അപ്പൊ എന്ത് സംഭവിച്ചു? ഈ ദോഷം നന്മയായിട്ട് മാറി. മനസ്സിലാവുന്നുണ്ടോ? ദൈവം അനന്ത നന്മയാണ്. അതുകൊണ്ട് എന്ത് തകർച്ച വന്നിട്ടുണ്ടെങ്കിലും ആ തകർച്ചയുമായി കർത്താവിന്റെ അടുത്ത് ഇങ്ങനെ ചേർന്ന് നിന്നാൽ ഈ തകർച്ച ബ്ലെസ്സിംഗ് ആയിട്ട് മാറും. ദൈവം അനന്ത നന്മയാണ്. 3, ദൈവം അനന്ത ജ്ഞാനമാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന് തെറ്റ് പറ്റില്ല. ഒരിക്കലും ദൈവത്തിന് തെറ്റില്ല.
എന്ന് പറഞ്ഞാൽ എന്തെന്നറിയാമോ? നമ്മൾ ദൈവത്തെ പിടിച്ചാൽ നമുക്കും തെറ്റില്ല. ഇനി നമുക്ക് നമ്മുടെ മണ്ടത്തരത്തിന് എന്തെങ്കിലും തെറ്റിയാൽ തന്നെ ഇവനത് ശരിയാക്കി തരും. മനസ്സിലാവുന്നുണ്ടോ? ദൈവം അനന്ത ജ്ഞാനമായതുകൊണ്ട് നമ്മൾ അബദ്ധത്തിന് വേണ്ടി അബദ്ധം കാണിക്കുന്നത്. നമ്മൾ അബദ്ധം കാണിച്ചാലും നമ്മൾ ഇവനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു നിന്നാൽ എന്നാ പറ്റും? ദൈവം അത് ശരിയാക്കി തരും. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ദൈവത്തെ തേടി അവിടുന്ന് എല്ലാ ഭയത്തിൽ നിന്നും എന്നെ വിമോചിപ്പിച്ചു, എല്ലാ പേടി. അപ്പോ ഒരു കാര്യം ആ വ്യക്തിക്ക് മനസ്സിലായി, കർത്താവിന്റെ കൂടെ നിന്നാൽ ദൈവം അനന്ത നന്മയാണ്. അതുകൊണ്ട് ദൈവം നന്മയാക്കി മാറ്റിത്തരും. ദൈവം അനന്ത ജ്ഞാനമാണ്. എനിക്ക് പറ്റിയ മണ്ടത്തരങ്ങൾ പോലും ദൈവം ശരിയാക്കി തരും. ദൈവം സർവശക്തനാണ്. ഞാൻ കാണാത്ത വഴികൾ ദൈവത്തിന്റെ മനസ്സിലുണ്ട്. ഞാൻ കർത്താവിനെ എന്നും പുകഴ്ത്തും. അവിടുത്തെ സ്തുതികൾ എപ്പോഴും എന്റെ അധരങ്ങളിൽ ഉണ്ടായിരിക്കും. കർത്താവിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. പീഡിതർ അത് കേട്ട് ആനന്ദിക്കട്ടെ. എന്നോടത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ. നമുക്കൊരുമിച്ച് അവിടുത്തെ നാമത്തെ സ്തുതിക്കാം. ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. സർവഭയങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, വചനത്തിന്റെ പ്രത്യേകത, വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആ വചനത്തിന്റെ ശക്തി എന്താണോ അത് കേൾക്കുന്നവരിൽ വന്ന് വ്യാപരിക്കും. ഈ വചനം എന്ത് നിങ്ങളിൽ നിറയണമെന്ന് ഈ വചനത്തിൽ ദൈവം ഉദ്ദേശിക്കുന്നു, അതിപ്പോൾ ഇവിടെ സംഭവിക്കും. ഇപ്പോൾ അത് ഇവിടെ സംഭവിക്കും. അത് ഈ വചനത്തിന്റെ പ്രത്യേകത അതാണ്. ലോകത്ത് മറ്റൊരു കാര്യത്തിനും അങ്ങനെ ഒരു ശക്തിയില്ല. ഈ വചനം അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആ ശക്തി നമ്മളിൽ വന്ന് നിറയും. അതുകൊണ്ട് 34-ാം സങ്കീർത്തനം സത്യത്തില് പൈശാചിക ബാധകളൊക്കെ വിട്ടുപോകാൻ വായിക്കാൻ പറയുന്ന സങ്കീർത്തനാണ് 34. ഭയങ്കര വചനമാണ് ഇത്. അതുകൊണ്ടാണ് ഇത് വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിച്ചത്. സാധാരണ 91-ാം സങ്കീർത്തനം നിങ്ങൾ സംരക്ഷണ പ്രാർത്ഥനയായിട്ട് ചൊല്ലുന്നില്ലേ? അതുപോലെ ഒരുപക്ഷെ അതിനേക്കാൾ ശക്തിയോടെ സംരക്ഷണത്തിന് പ്രാർത്ഥിക്കാവുന്ന ഒരു പ്രാർത്ഥനയാണ് 34-ാം സങ്കീർത്തനം. ശരിക്കും എക്സോർസിസത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. പൈശാചിക ബാധകൾക്കെതിരെ ഉപയോഗിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. അതായത് സാത്താനെ ഡയറക്റ്റ് ആയിട്ട് ശാസിക്കുന്ന സങ്കീർത്തനങ്ങളിൽ ഒന്നാണ് 34-ാം സങ്കീർത്തനം. അതുകൊണ്ട് ഈ വചനം ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോ ആ ശക്തി നമ്മളിൽ നിറയും, ആ ദൈവികത നിറയും. അതാണ് വചനത്തിന്റെ പവർ. അതാണ് വചനം എങ്ങനെ അങ്ങോട്ട് നിറയും. അതുകൊണ്ട് നന്നായിട്ട് ഇനി എല്ലാം അങ്ങോട്ട് വിട്ടുകൊടുത്ത്, ഈ ആശയങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിറഞ്ഞെങ്കിൽ അത് നമ്മൾ അങ്ങോട്ട് സ്വീകരിച്ച് എല്ലാം അങ്ങോട്ട് വിട്ടുകൊടുത്ത് 2 കരങ്ങൾ അങ്ങോട്ട് നന്നായിട്ട് അങ്ങ് നിവർത്തി പിടിച്ചേ. അതായത്, കർത്താവേ, നീ സർവശക്തനാണ്, നീ സർവനന്മയാണ്, നീ അനന്ത ജ്ഞാനമാണ്. ആ ദൈവത്തിൽ പൂർണ്ണമായിട്ടും ഈ ജീവിതത്തെ അങ്ങ് വിട്ടുകൊടുക്കും മക്കളെ. 4-ാമത്തെ വാക്യം, ഞാൻ കർത്താവിനെ തേടി അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. സർവഭയങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. 5-ാം വാക്യം ഉറക്കെ വായിച്ചേ. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. എല്ലാ കഷ്ടതകളിൽ നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി. പത്രോസ്ലീഹ വഞ്ചിയിൽ യാത്ര ചെയ്യുന്ന സമയത്താണ് കർത്താവ് ഇതാ കടലിന് മീതെ നടന്നു വരുന്നത്. അപ്പൊ ഇവരാദ്യം പറഞ്ഞു, ഭൂതം. കർത്താവ് പറഞ്ഞു, ഭൂതം ഒന്നും എല്ലാം ഉണ്ടായിരിക്കാൻ പറയാം, ഭൂതം. അപ്പൊ കർത്താവ്, അപ്പോ യോഹന്നാൻ പറഞ്ഞു, ഇത് കർത്താവാണ്. അപ്പൊ പത്രോസിന് ഒരു ഐഡിയ, ചാടിയാലോ? കർത്താവ് കൈനീട്ടി, പത്രോസ് ഒരൊറ്റ ചാട്ടം ചാടിയിട്ട് വെള്ളത്തിൽ ചാടി. അപ്പൊ കർത്താവിനെ നോക്കുന്നത്, അത്ഭുതപ്പെട്ടിങ്ങനെ കർത്താവിനെ നോക്കി വെള്ളത്തിലോട്ട് ഇറങ്ങി. ഒന്നും അറിഞ്ഞില്ല. വെള്ളത്തിന് മീതെ ഇങ്ങനെ നടന്ന് പോകുമ്പോഴാണ് നല്ലൊരു കാറ്റടിച്ചു. അപ്പൊ കാറ്റിനെ നോക്കി. അപ്പൊ വെള്ളം ഒന്ന് പൊങ്ങി, വെള്ളത്തെ നോക്കി. അപ്പൊ തിരിഞ്ഞു നോക്കിയപ്പോ യാത്ര ചെയ്ത വഞ്ചി ഇങ്ങനെ കൊലയുന്നു. വഞ്ചിയെ നോക്കി, വെള്ളത്തെയും കാറ്റിനെയും
കാറ്റടിച്ച ദിശയും ഒക്കെ നോക്കിയപ്പോ കർത്താവിൽ നിന്നുള്ള നോട്ടം മാറി, തണുപോയി. അവന്റെ മുഖത്ത് നോക്കിയവർ പ്രകാശിതരായി. അതായത് എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോ പ്രശ്നത്തിലേക്ക് നോക്കരുത്, കർത്താവിലേക്ക് നോക്കണം. ഈ ക്രൈസിസിലേക്ക് നോക്കരുത്, ക്രൈസ്റ്റിലേക്ക് നോക്കണം. ഈ പ്രശ്നത്തിലേക്ക്, പ്രതികൂലത്തിലേക്ക് അല്ല നോക്കണം. അതായത് പ്രശ്നം വരുമ്പോ ഈ പ്രശ്നം തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്ന മനുഷ്യന് നിരാശ വരും. ഇങ്ങനെ ചിന്തിക്കണം, കർത്താവ് അവൻ അനന്ത ജ്ഞാനമാണ്, അനന്ത നന്മയാണ്, സർവശക്തനാണ്. അവന്റെ മുഖത്ത് നോക്കിയാൽ ഞാൻ താണുപോവില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് ജീവിതമാണ്. അപ്രതീക്ഷിതമായി ജീവിതത്തിൽ എന്തും സംഭവിക്കാം. ഒരു ഫോൺ കോൾ പോരെ ജീവിതം മാറാൻ? ഒരു ഫോൺ കോൾ, ഒരു ടെക്സ്റ്റ് മെസ്സേജിന് നിങ്ങളുടെ തലവര മാറ്റി എഴുതാം. ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോ ആവർത്തിച്ച് വരുന്ന ഒരു ഫോൺ സംഭവിക്കില്ല. അങ്ങനെ ഞാൻ പറയുകയാണ്, ഒരു ഫോൺ എടുത്ത് ഒരു 3 സെക്കൻഡ് 4 സെക്കൻഡ് നീളുന്ന ഒരു സന്ദേശത്തിന് നിങ്ങളുടെ ഭ്രമണപഥത്തെ തകിടം മറിക്കാം. എത്ര നേരം വേണം ഒരു മനുഷ്യന്റെ ജീവിതം മാറാൻ? എത്ര നാഴിക? അരനാഴിക നേരം വേണ്ട. Within the fraction of a second, your destiny will change. അപ്പൊ അതുകൊണ്ട് ജീവിതമാണിത്. ജീവിതമായതുകൊണ്ട് ഈ ജീവിതത്തിൽ എപ്പോഴും സന്തോഷമാവണമെന്നില്ല. വസന്തം ഗ്രീഷ്മത്തിനും, ഗ്രീഷ്മം ശിശിരത്തിനും, ശിശിരം ഹേമന്തത്തിനും വഴിമാറും. കാലപ്പകർച്ചകൾ ജീവിതത്തിൽ വരും. മഴ മാറി വേനൽ, വേനൽ മാറി മഴ, ദുഃഖം മാറി സന്തോഷം, സന്തോഷം മാറി ദുഃഖം. ജീവിതത്തിന്റെ പ്രത്യേകതയാണിത്. 34 സങ്കീർത്തനം പറയുകയാണ്, നമുക്ക് കർത്താവിന്റെ മുഖത്ത് മാത്രം നോക്കാം. നമുക്ക് ഈ പ്രശ്നത്തെ നോക്കണ്ട. കർത്താവേ, ഞങ്ങൾ നിന്റെ മുഖത്തേക്ക് നോക്കുന്നു. ഇതാ ഞങ്ങൾ നിന്റെ മുഖത്തേക്ക് നോക്കുന്നു. ഞങ്ങൾക്ക് ഉത്തരം കർത്താവിൽ നിന്നാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനം പറയുന്നത്, ഞാൻ എവിടേക്ക് നോക്കും? വലത്തോട്ട് തിരിഞ്ഞു നോക്കി എന്നെ സഹായിക്കാൻ ആരുമില്ല. ഇടത്തോട്ട് തിരിഞ്ഞു നോക്കി എന്നെ അറിയുന്നവരാരുമില്ല. ചെങ്കടലിന് മുമ്പിൽ നിന്നൊരു ജനത, പുറകിലേക്ക് നോക്കിയാൽ ഫറവോ, മുമ്പിലേക്ക് നോക്കിയാൽ ആർത്തിരമ്പെന്ന ഒരു കടൽ, വശങ്ങളിലേക്ക് നോക്കിയാൽ ഉയർന്നു നിൽക്കുന്ന മലനിരകൾ, രക്ഷപ്പെടാനാവാതെ ഒരു ചതുരംഗക്കളത്തിനെന്നവണ്ണം പൂട്ടപ്പെട്ടു നിന്നൊരു ജനത. അതുകൊണ്ട് മുമ്പിലേക്ക് നോക്കാതെ, പിമ്പിലേക്ക് നോക്കാതെ, ഇടത്തേക്കോ വലത്തേക്കോ നോക്കാതെ അവർ ഉന്നതങ്ങളിലേക്ക്, മുകളിലേക്ക് നോക്കി. അപ്പോൾ ദൈവം പറഞ്ഞു, നിന്റെ വടി നീട്ട് കടൽ രണ്ടാവും. So there is a way and the way is on the way. There is a way and the way is on the way. There is a solution to every problem. Jesus has a solution. Jesus will solve. അവന്റെ മുഖത്ത് നോക്കണം, കർത്താവിന്റെ മുഖത്ത്. വേറെ ആരും നോക്കരുത്. അച്ഛനെ നോക്കരുത്, കന്യാസ്ത്രീയെ നോക്കരുത്, ധ്യാനഗുരുവിനെ നോക്കരുത്, കൗൺസിലറെ നോക്കരുത്. I have to only look up to that radiant face, that almighty hand which will never forsake, abandon, which will never forsake your life. There is only one hand, that stronghold. ഞാൻ കർത്താവേ നിന്റെ മുഖത്തേക്ക് നോക്കുന്നു. പറ, ഞാൻ കർത്താവേ നിന്റെ മുഖത്തേക്ക് നോക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വേറെ ആരെ നോക്കല്ലേ, വേറെ ആരെ നോക്കരുത്. ഹെസക്കിയ രോഗബാധിതനായി. യെശയ്യാ 38. ഹെസക്കിയ രോഗബാധിതനായി, മരണത്തോടടുത്തു. യെശയ്യാ വന്നു. യെശയ്യാ പ്രവാചകൻ വന്നിട്ട് പറഞ്ഞു, ഹെസക്കിയ, നീ മരിക്കും, നിന്റെ ഭവനം ക്രമപ്പെടുത്തുക. നിങ്ങളത് ആലോചിച്ച് നോക്കിയേ. 95 വയസ്സുള്ള 102 വയസ്സുള്ള അമ്മച്ചിയാണ് കിടക്കുന്നതെങ്കിലും ഞാൻ പോയിട്ട്, അമ്മച്ചി രക്ഷപ്പെടും അമ്മച്ചി. അപ്പൊ മക്കളും മരുമക്കളും ഒക്കെ ഇങ്ങനെ, അയ്യോ അങ്ങനെ പറയാതെ എന്ന് അവരുടെ ഉള്ളിലുണ്ട്. ദൈവമേ, എങ്ങനെയും ഇതൊന്നും മരിച്ചു പോയി. കാരണം അതിനും ഇങ്ങനെ കിടന്ന് എന്തിനെ കഷ്ടപ്പെടുത്തിയതാണ്. എന്നിട്ട് അങ്ങനെ പോയാലും നമ്മൾ ചെന്നിട്ട് എന്നാ പറയാൻ പോണേ? വിഷമിക്കണ്ട അമ്മച്ചി, സാരമില്ല അമ്മച്ചി. അമ്മച്ചി നല്ല ചുണക്കുട്ടിയായിട്ട് എഴുന്നേറ്റ് വരും. ഇവിടെ യെശയ്യാ വന്നിട്ട് ചെറുപ്പക്കാരൻ രാജാവിനോട് പറയാണ്, രാജാവേ,
മരിക്കും. ആരാ പറഞ്ഞേ? യേശയ്യ, ആ നാട്ടിലെ ഏറ്റവും വലിയ പ്രവാചകൻ. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവന് നീ ഇമ്മാനുവേൽ എന്ന് പേരിടണം എന്ന് പറഞ്ഞ യേശയ്യ. ഈശോ ജനിക്കുമെന്ന് പ്രവചിച്ച യേശയ്യ. അടിച്ചവർക്ക് പുറവും താടി വീശ പറിച്ചവർക്ക് കവിളും കാണിച്ചു കൊടുത്തു എന്ന് യേശുവിന്റെ പീഡാനുഭവത്തെ കുറിച്ച് പ്രവചിച്ച യേശയ്യ. നമ്മുടെ അതിക്രമങ്ങളാണ് അവൻ ചുമന്നത്, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ടാണ് അവൻ ശിക്ഷയേറ്റത്, അവന്റെ മുറിവുകളാൽ നാം സൗഖ്യം പ്രാപിക്കുന്നു എന്ന് യേശുവിന്റെ സഹനത്തെ കുറിച്ചും സഹനത്തിലൂടെ വരുന്ന രക്ഷയെ കുറിച്ചും എഴുതിയ യേശയ്യ. ആ യേശയ്യാണ് പറയുന്നത്, എസക്കിയാ നീ മരിക്കും. അപ്പോ ആ നാട്ടിലെ ഏറ്റവും ശക്തനായ പ്രോഫറ്റ് പറഞ്ഞു, നീ മരിക്കും. നോരക്ഷ. അപ്പൊ ചുറ്റും കുറെ ആള് നിൽപ്പുണ്ട്. ഇങ്ങനൊക്കെ ഇല്ലാത്ത സങ്കടം കാണിച്ച് കുറെ എണ്ണം നിൽക്കത്തില്ല. ഇങ്ങനെ ഒരു സങ്കടവും ഇല്ല, എത്രയും പെട്ടെന്ന് തീർന്നാ മതി എന്നാണ് വിചാരിക്കുന്നത്. ഇങ്ങനെ ഒരു സങ്കടവും ഇല്ലെന്നാലും ഇങ്ങനെ പറഞ്ഞു പോരുപടി, ഒത്തിരി വലിക്കാതെ അങ്ങനെ നിൽക്കും. ഇല്ലാത്ത ദുഃഖം. എന്നിട്ട് ഇങ്ങനെ ഓരോ കമന്റ് പറയും. ഞാൻ പറഞ്ഞില്ലേ, മലയാളികൾക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ചുമ്മാ ഓരോ കമന്റ് അങ്ങ് പറയും. ഞങ്ങളുടെ വല്യച്ചാച്ചൻ ഇങ്ങനെ മരിച്ചേ, ഈ അസുഖമായിരുന്നു, 34 വയസ്സുള്ള. അയ്യോ, അപ്പൊ കട്ടിൽ കിടക്കുന്നത്, എനിക്ക് 36 ഞാനിപ്പോ മരിക്കും. അങ്ങനെ ചുമ്മാ ഒരു മലയാളികളാട്ടോ, വേറെ തമിഴ്നാട്ടുകാരൊന്നും അങ്ങനെ കുഴപ്പമില്ല, അവരൊന്നും ചെയ്തില്ല. ഈ തമിഴ്നാട്ടുകാർ കണ്ടുപിടിക്കണം. നമ്മളിപ്പോ അവര് ഇതെന്നറിയാമോ, ഞാൻ എന്റെ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട്. ഞാൻ കേരള തമിഴ്നാട് ബോർഡറിലാണ് ജനിച്ചു വളർന്നത്. കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ. അപ്പോ ഞങ്ങളുടെ നാട്ടില് ഈ തമിഴ്നാട്ടിൽ നിന്ന് കുറെ ചേട്ടന്മാര് പണിക്ക് വരുന്ന ചേട്ടന്മാര് ഉച്ചയ്ക്ക് ചോറുണ്ടുമ്പോ, കൊച്ചു പിള്ളേരല്ലേ നമ്മളിങ്ങനെ നോക്കി എല്ലാം ശ്രദ്ധിക്കും കൗതുകത്തോടെ. അങ്ങനെ നോക്കുമ്പോ ഈ ചേട്ടന്മാര് ഭക്ഷണം കഴിച്ചിട്ട് ചോറ് നിലത്ത് വീണാൽ അവരത് പിറക്കിയെടുത്ത് കഴുകി തിന്നും. അത് ഞാൻ കണ്ടിട്ടുണ്ട്. അന്നം അതിനോടുള്ള ബഹുമാനം. പിന്നെ ഇതുങ്ങൾ നിലത്തിരുന്നേ കഴിക്കും. കസേരയിട്ട് കൊടുത്താലും നിലത്തിരുന്നേ കഴിക്കും. ദൂരെ ബഹുമാനത്തോടെ ഭക്ഷണം കഴിക്കുന്നത്. ഞാൻ എന്റെ ചെറുപ്പത്തില് കേരളക്കാര് തമിഴ്നാട്ടുകാര് മെച്ചാണെന്ന് പറയാൻ വേണ്ടിയുള്ള എന്റെ ഉദാഹരണങ്ങളാണ്. എന്റെ ചെറുപ്പത്തില് ഞാന് പോയി. അപ്പൊ എന്റെ കയ്യിൽ ഞാൻ തന്നെ ഉള്ളായിരുന്നു. എന്റെ കയ്യിൽ നിന്ന് കാശ് മുഴുവൻ പോയി. അപ്പൊ അമ്മ എന്നെ കുറെ സാധനം വാങ്ങിക്കാൻ വിട്ടതാണ്. പൈസ എല്ലാം കൊണ്ടുവന്ന് കളഞ്ഞു. ഞാൻ ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. ചെറിയ കുട്ടിയാണ്, വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പൊ ടാക്സിക്കാരന്മാര് പറഞ്ഞു, തമിഴ് വന്നിട്ട് എന്നോട് ചോദിച്ചു. എനിക്ക് തമിഴൊക്കെ അറിയാം കേട്ടോ. അപ്പൊ എന്നോട് വന്ന് ചോദിച്ചു, എന്നാ പറ്റിയും ചോദിച്ചു. ഇപ്പൊ ഞാൻ കരഞ്ഞോണ്ട് പറഞ്ഞു, എന്റെ കാശെല്ലാം പോയി. നിങ്ങളതാണ് ചോദിക്കുന്നത്. നമ്മുടെ കേരളത്തിലെ ഒരു ടാക്സി സ്റ്റാൻഡിലാണ് ഇങ്ങനെ കാശ് പോയൊരു പയ്യൻ നിൽക്കുന്നെങ്കിൽ അവനെ പിടിച്ച 4 അടിയും കൂടെ കൊടുത്ത് അവൻ ഇറങ്ങിക്കോളും വീട്ടിൽ നിന്ന്. അവനെ കണ്ട കള്ള ലുക്കുണ്ട്, ജന്മന ഉള്ളതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അടിയും മാറ്റി ഞാൻ പോന്നേനെ. യുവമാരെ ചേട്ടന്മാരെല്ലാം എന്നറിയാമോ, എന്റെ വിഷമസ്ഥിതി കണ്ടിട്ട് അവരാദ്യം ബസ് സ്റ്റാൻഡിൽ ചെന്ന് അനൗൺസ് ചെയ്തു, ഇങ്ങനെ ഒരാളുടെ പൈസ കളഞ്ഞു പോയിട്ടുണ്ട്, അത് കിട്ടുമോ? അത് കിട്ടില്ലെന്ന് മനസ്സിലായപ്പോ ഈ ചേട്ടന്മാരെല്ലാം കൂടെ എന്നോട് ചോദിച്ചു, എത്ര രൂപ ഉണ്ടായിരുന്നു? ഞാൻ കറക്റ്റ് കാശ് എത്ര ഉണ്ടായിരുന്നു പറഞ്ഞു. ഇപ്പോഴാ ആലോചിക്കുന്നത്, കുറച്ച് കൂടുതൽ പറയണ്ടായിരുന്നു. അപ്പൊ അന്ന് ഞാൻ സത്യസന്ധനായിരുന്നോണ്ട് ഞാൻ എത്ര രൂപ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഈ ചേട്ടന്മാരെല്ലാം കൂടെ ആ പൈസ കളക്ട് ചെയ്ത് അത്രയും കാശ് എനിക്ക് തന്ന് സാധനം എല്ലാം വാങ്ങിച്ച് എന്നെ ബസ്സേ കയറ്റി വിട്ടു. ഞാൻ ഇപ്പൊ പ്രസംഗത്തിൽ പറയുമ്പോഴേ എന്റെ വീട്ടുകാർ ഇതൊക്കെ അറിയുന്നത്. അവിടെ കള്ള, നീ കാശ് കൊണ്ട് കളഞ്ഞു. ഞാൻ സാധനമൊക്കെ വാങ്ങിച്ച് ഞാൻ മിടുക്കനായിട്ട് അപ്പൊ ഇങ്ങനെ സങ്കടം വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. എന്നാലും രാജാവേ, ചെറുപ്പത്തിൽ ഇങ്ങനെ വന്നല്ലോ. വേറൊരുത്തം പറയും, ഇതേ അസുഖമായിരുന്നു ഞങ്ങളുടെ അമ്മൂമ്മയുടെ
മെലിമോന്റെ ഇളയമ്മയുടെ കൊച്ചമ്മയുടെ മോന് ഉണ്ടായിരുന്നത്. ഇതൊക്കെ കേട്ട് 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 തന്നെ, അതായത് നിങ്ങളുടെ കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ നെഗറ്റീവ് കമന്റുകൾക്ക് നമ്മുടെ ഒരു 10 ദിവസം കളയാം. അപ്പോ ഹെസക്കിയ രാജാവിനോട് യെശയ്യാ എന്ന് പറഞ്ഞു, നീ മരിക്കും. അടുത്തിരിക്കുന്നവര് എല്ലാ കുറ്റമെല്ലാം പറഞ്ഞു. സാറേ, മരിക്കാനാണ് സാധ്യത, ഈ അസുഖം വന്ന് ആരും രക്ഷപ്പെട്ടിട്ടില്ല എന്നെല്ലാം പറഞ്ഞ് അതിനെ കൊല്ലാക്കൊല ചെയ്ത സമയത്ത് നമ്മൾ വായിക്കണം. അവിടെ എന്നറിയാമോ? ഈ മനുഷ്യൻ ചുവരിന് നേരെ തിരിഞ്ഞു കിടന്നു എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും കേൾക്കണ്ട. അതാണ് ചുവരിന് നേരെ തിരിഞ്ഞു കിടന്നെന്ന് പറഞ്ഞാൽ, നീ എന്ന് പറയുന്നത് എനിക്ക് കേൾക്കണ്ട. I need to hear only one and only one. ഞാൻ എന്റെ കർത്താവിനെ കേട്ടോളാം. പോടെ യെശയ്യാ, നിന്റെ വല്യപ്പന് സംഭവിച്ച അറിയാലോ. പണ്ടൊരു രാജാവിനോട് ഇതുപോലെ വന്നിട്ട് പിന്നെ അയാൾ പുറലോകം കണ്ടിട്ടില്ല. പോയേ. അപ്പോ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ, ഈ രാജാവ് ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞപ്പോ, അയാൾ ഈ ചുവരിന് നേരെ തിരിഞ്ഞു കിടന്നിട്ട് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഞാൻ എങ്ങനെയാണ് നിന്റെ മുമ്പിൽ വ്യാപരിച്ചതെന്ന് ഓർക്കണമേ. അവന്റെ മുഖത്ത് നോക്കിയവർ പ്രകാശിതരായി. അവരുടെ മുഖം ഒരു നാളും ലജ്ജിച്ചു പോയില്ല. അവരുടെ മുഖം ലജ്ജിക്കാൻ ഇടയാവുകയില്ല. അതുകൊണ്ട് 34-ാം സങ്കീർത്തനം പറയുകയാണ്, വാക്യം 5-ഓ 6-ഓ 5-ാം വാക്യത്തിൽ പറയുകയാണ്, അവിടുത്തെ നോക്കിയവർ, വായിച്ചേ, പ്രകാശിതരായി, അവർ ലജ്ജിക്കാൻ ഇടയായില്ല. അടുത്ത വാക്യം, ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. മതി. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. നിങ്ങൾ മടുത്തില്ലേ? എന്താ മടുക്കാത്ത? എനിക്ക് പോണം. നിങ്ങൾ പെട്ടെന്ന് മടുക്കൂ. അതായത് ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. ഈ എളിയവൻ നിലവിളിച്ചു. നമ്മളത് ആലോചിച്ചു. എന്റെ സങ്കടം എന്താണെന്നറിയാമോ? ഞാൻ ഇത്രേ തൊണ്ട പൊട്ടി പറഞ്ഞിട്ടും ആരും കേൾക്കുന്നില്ല. പിന്നെ നോക്കുമ്പോ ബൈബിൾ സ്റ്റഡി ഉണ്ട് അവിടെ. ദൈവമേ, ഭീകരമാണ്. ബൈബിൾ സ്റ്റഡിയുടെ സമയത്തൊക്കെ ഓരോന്നിങ്ങനെ ഈ എളിയവൻ അലറി പറഞ്ഞു, ആരും കേട്ടില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയും, ചേച്ചി ടൈല് പൊട്ടിക്കരുത്, ഈ ഇടയ്ക്ക് ഇട്ട ടൈലാണ് മറിഞ്ഞു വീണ്, അത് പൊട്ടിക്കരുത്. എന്തോരോ ഉച്ചത്തിൽ പറഞ്ഞാലും ഈ എളിയവൻ നിലവിളിക്കുന്നല്ലാതെ ആരും കേൾക്കുന്നില്ല. ചില ചേട്ടന്മാര് നിലവിളിച്ചിട്ട് അവരുടെ ഭാര്യ കേൾക്കുന്നില്ല, മക്കള് കേൾക്കുന്നില്ല. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു ചേച്ചിയോട് ചോദിച്ചു, ചേച്ചിയുടെ വീട് റെയിൽവേ സ്റ്റേഷൻ അടുത്ത് തന്നെയാണോ ചേച്ചി? ഇത്രേ ഒച്ചയ്ക്ക് ഞാൻ കിടന്ന് നല്ലത് കിട്ടും. ചേച്ചിക്ക് ഉറങ്ങാണല്ലോ ചേച്ചിയുടെ വീട് അവിടെ ഐലൻഡ് എക്സ്പ്രസ് വരുന്ന വഴിക്കെങ്ങാണ്ടാണ്. ശാന്തമായ ഉറക്കമാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് പറയുന്നതിനിടയ്ക്ക് ഞാൻ ഇങ്ങനൊക്കെ പറയും. എന്തിനാ ഇത് ഉണരട്ടെന്ന് വിചാരിച്ചാണ്. ശാന്തമായ ഉറക്കമാണ്. മാതാവിന്റെ മടിയിൽ മയങ്ങുന്ന കുഞ്ഞിനെ എന്ന പോലെ ഞാൻ എന്നെ തന്നെ ശാന്തൻ. ആ വചനമാണ് ചേച്ചി അനുസരിച്ചോണ്ടിരിക്കുന്നത്. എന്ത് പ്രകോപനം ഉണ്ടായാലും ഉറക്കമാണ്. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. അതായത് നീ കേട്ടില്ലേലും, ഭർത്താവ് കേട്ടില്ലേലും, ഭാര്യ കേട്ടില്ലേലും, മക്കള് കേട്ടില്ലേലും ഒരു കാര്യം ഉറപ്പിച്ചോണം, കർത്താവ് കേൾക്കും. കർത്താവ് കേൾക്കും. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. കർത്താവ് കേൾക്കും കേട്ടോ, അത് നിങ്ങൾ വിശ്വസിച്ചോണം. അതായത് ഒരു തുള്ളി കണ്ണുനീര് പോലും പഴയ പോലെ ഇത് കർത്താവ് കേൾക്കും. കർത്താവിന്റെ മനസ്സ്, അതാണ് നിന്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട്. അതായത് ഇപ്പോ ഇന്ന് ഞാൻ ഇവിടെ ഈ സ്റ്റേജിൽ കയറി 4 മണിക്ക് കണ്ട് കയറിയതാ. ആണോ? 5 മണിക്കോ? 5 മണി 4:15 കയറിയതാണ്. ഇങ്ങനെ അപ്പൊ ഞാൻ കയറിയിട്ട് ഞാൻ ഇങ്ങനെ നടക്കുകയാണ്. ഇതിലെ നടന്നു, ഇങ്ങനെ നടന്നു, ഇതിലെ വന്നു, ഇങ്ങനെ നടന്നു, വെള്ളം കുടിച്ചു, ഇങ്ങനെ നടന്നു. അപ്പൊ ഈ കാലിങ്ങനെ നടക്കുകയാണ്. പിന്നെ ഞാൻ ഇവിടെ കയറിയപ്പോ മുതൽ ഇപ്പൊ നിർത്തുന്നവരെ ഞാൻ എവിടേക്കല്ല എന്റെ കാല് സഞ്ചരിച്ചു, ആ കറക്റ്റ് ആ ഭ്രമണപഥം അത് പോയ വഴി ഏതാണെന്ന് ഞാൻ ഇന്ന് തിരിച്ചു പോകുന്ന വഴിക്ക് വണ്ടിയിലിരുന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. കിട്ടുമോ? കിട്ടില്ല. അത് ഞാൻ തന്നെ മറന്നുപോയി. കർത്താവ് പറയാണ്,
65 വയസ്സുള്ള അപ്പച്ച, 75 വയസ്സുള്ള അമ്മച്ചി, നീ ജനിച്ച നാള് മുതൽ, പിച്ച വച്ച നാള് മുതൽ നീ നടന്ന നിന്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട്. ദൈവത്തിന്റെ ചങ്കിൽ എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ എത്ര ഉദാഹരണം വേണേലും പറയാം. അതായത് നമ്മള് ദൈവമേ വിചാരിക്കാം, നമ്മള് സ്വപ്നത്തിൽ ഇത് ദൈവമേ ഇതൊക്കെ നീ കണ്ടോ, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ വാവിട്ട് കരഞ്ഞു പോകും. നമ്മുടെ ജീവിതത്തില് ഏറ്റവും നിസ്സാരമെന്ന് നമ്മൾ എഴുതി തള്ളിയതുപോലും ദൈവം കണ്ടിട്ടുണ്ട്, ദൈവം കേട്ടിട്ടുണ്ട്. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. ഇനി ഈ സങ്കീർത്തനത്തിൽ തന്നെ വേറൊരു വചനമുണ്ട്. കർത്താവ് പറയുന്നുണ്ട്, 15-ാമത്തെ വാക്യം, 34-ാം സങ്കീർത്തനം 15-ാം വാക്യം, കർത്താവ് നീതിമാന്മാരെ കടാക്ഷിക്കുന്നു, അവിടുന്ന് അവരുടെ വിലാപം കേൾക്കുന്നു. നീതിമാന്മാരെ കടാക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ മലയാളം പറഞ്ഞ് അഴുക്കാക്കി. കടാക്ഷിച്ചു, നോക്കിയെന്നാണ്, മനസ്സിലായോ? കടാക്ഷിച്ചു, അവൻ അവളെ കടാക്ഷിച്ചു. ആ കടാക്ഷിച്ചു അതായത് കർത്താവ് നീതിമാന്മാരെ നോക്കി കണ്ടു എന്നാണ്. അവരുടെ വിലാപം കേട്ടു, അവരുടെ വിലാപം കേട്ടു, അവര് കണ്ടു. അതായത് ദൈവം നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ദൈവം 1000 സൂര്യനേക്കാൾ തേജസ്സുള്ള കണ്ണുകളോടെ ദൈവം നമ്മളെ ഓരോരുത്തരെയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, അതിശക്തമായിട്ട് നമ്മൾ ഇതെല്ലാം വിശ്വസിക്കണം. ഈ വചനം ഞാൻ ചങ്ക് പറഞ്ഞ് ഇത് പറയുന്നത് എന്തിനാണെന്നറിയാമോ? ഈ 34-ാം സങ്കീർത്തനം അത് മാത്രം നിങ്ങൾ വായിച്ച് വിശ്വസിച്ചാൽ തന്നെ ജീവിതത്തിൽ വലിയ മാറ്റം വരും. അതായത് എല്ലാം എന്റെ കർത്താവ് കാണുന്നുണ്ട്, എന്റെ കർത്താവ് എല്ലാം അറിയുന്നുണ്ട്, എന്റെ കർത്താവ് അറിയാതെ ഒന്നും വരില്ല. ഈ എളിയവൻ നിലവിളിച്ചു, എന്റെ കർത്താവ് അത് കേട്ടു, എല്ലാ ഭയങ്ങളിൽ നിന്ന് എന്നെ വിടുവിച്ചു, അവിടുന്ന് എനിക്ക് ഉത്തരം തന്നു, എന്നെ സഹായിച്ചു. ജീവിതം അങ്ങോട്ട് തിരിഞ്ഞു നോക്ക്. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ആർക്ക് പറയാൻ പറ്റും, ഞാൻ നിലവിളിച്ച് കരഞ്ഞ എന്റെ ജീവിത സാഹചര്യങ്ങളിൽ എന്റെ കർത്താവ് ഇന്ന് വരെ എന്നെ സഹായിച്ചിട്ടില്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആർക്കും പറയാൻ പറ്റില്ല. എന്തെല്ലാം ജീവിത സാഹചര്യങ്ങളിൽ ദൈവം നമ്മളെ സഹായിച്ചു, കർത്താവ് നമ്മളെ സഹായിച്ചു, ദൈവം നമ്മളെ മുന്നോട്ട് നയിച്ചു. നമ്മള് തീർന്നുപോയി, ഇല്ലാതായി, നഷ്ടപ്പെട്ടു, നിരാധാരമായി, എല്ലാ സ്വപ്നങ്ങളും തകർന്നു എന്ന് ചിന്തിച്ച ദിനരാത്രങ്ങൾ എന്റെ നിങ്ങളുടെയും മനസ്സിലുണ്ട്. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. അവർക്ക് പറഞ്ഞ ആ വചനം, ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. അപ്പൊ മനുഷ്യര് കേട്ടില്ല. മുഴുവൻ വായിച്ചേ. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു, എല്ലാ കഷ്ടതകളിൽ നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു. 7-ാം വാക്യം, കർത്താവിന്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. കർത്താവിന്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. അപ്പൊ ഇത് ഇനിയിപ്പം പെട്ടെന്ന് പോവാം. ദൈവഭക്തരുടെ ചുറ്റും ദൈവദൂതന്മാരുണ്ട്. അപ്പൊ നമ്മളിവിടെ നിൽക്കുന്നു. എത്ര ദൂതന്മാര് നമ്മുടെ കൂടെ ഉണ്ടെന്നറിയാമോ? നമ്മുടെ കാവൽ മാലാഖയുണ്ട് നമ്മുടെ കൂടെ. അതായത് വൈകിട്ട് കിടക്കുന്നതിന് മുമ്പ് 1 മിനിറ്റ് ഒരു താങ്ക്സ് പറയണം. ആരോട്? കാവൽ മാലാഖയോട്. അങ്ങനെ പറഞ്ഞു നോക്ക്. എന്റെ കാവൽ മാലാഖയെ താങ്ക് യു. എന്തോ ഒരു നന്ദി കേട്ടവരാവരുത് കേട്ടോ. എന്നാലും ചോക്കി, ഈ മാലാഖ എല്ലാ ദിവസവും കിടന്നുണ്ടെങ്കിൽ കഴിയുമ്പോ നന്ദി കേട്ടവൻ ഉറങ്ങുന്ന കണ്ടിട്ട് രാത്രിയും അങ്ങനെ മാലാഖ കാവൽ നിൽക്കുകയാണ്. ഈ ദൂതൻ നമ്മുടെ കൂടെ ഉണ്ട്. ഇപ്പൊ എന്റെ ദൂതൻ, എന്റെ കാവൽ മാലാഖ, എന്റെ കാവൽ മാലാഖയുടെ ഷേപ്പ് അറിയാവോ? എന്റെ ഷേപ്പാണ്. എന്റെ കാവൽ മാലാഖ എന്റെ കൂട്ടിരിക്കും. അപ്പൊ ഇനി നിങ്ങൾ എവിടെ എറണാകുളത്ത് വെച്ച് കാണും വല്ലവരെയും കണ്ടാൽ ഞാനാന്ന് വിചാരിക്കരുത്, എന്റെ മാലാഖ ആയിരിക്കും. അപ്പൊ കാവൽ മാലാഖമാര്, നിങ്ങളുടെ കാവൽ മാലാഖയെ കണ്ടാൽ നിങ്ങളുടെ കൂട്ടിരിക്കും. നിങ്ങൾ അങ്ങനെ തന്നെ വേണം. നിങ്ങളുടെ മാലാഖയെ കണ്ടാൽ അങ്ങനെ തന്നെ നിങ്ങളുടെ കൂട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നല്ല വൃത്തിയായിട്ടൊക്കെ ഇരിക്കണം കേട്ടോ. എന്റെ കൂട്ടിൽ നിന്ന് ലോഹയെ കലക്കണം. വിജയകരമായ 3-ാം ദിവസത്തിലാണ് ഞാൻ ഓടിക്കുന്നത്. അതായത് നമ്മള് നല്ല വൃത്തിയായിട്ടൊക്കെ നടക്കണം അല്ലേ? എന്റെ കാവൽ മാലാഖമാരെ എല്ലാം നല്ല മിടുക്കന്മാരായിട്ടിരിക്കാൻ. ഇനി ഈ കാവൽ മാലാഖ ശുദ്ധീകരണ സ്ഥലത്ത് വരുമെന്നാ പറയുന്നത്. നമ്മളിവിടെ കിടന്ന് തീക്കകത്ത് കിടന്ന് ഇങ്ങനെ ഞെളുവരി കൊള്ളുമ്പോഴും ഈ മാലാഖ അടുത്തിരുന്ന് ഇതിനി എന്ന് രക്ഷപ്പെട്ടിട്ടാണോ എന്തോ എനിക്ക് മേളിലോട്ട് ചെല്ലാൻ പറ്റുന്നത്. അങ്ങനെ കാവൽ മാലാഖമാരെ ദൈവഭക്തരുടെ ചുറ്റും ദൈവദൂതൻ പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു.
മാലാഖമാരുടെ സഹായമുണ്ട്. ഒത്തിരി വിശദീകരിക്കേണ്ട ഒരു ടോപ്പിക്കാണത്. യൂട്യൂബിൽ ഒരു വീഡിയോ കിടപ്പുണ്ട്. മാലാഖമാരുടെ ദിവസം ഞാൻ പറഞ്ഞ ഒരു പ്രസംഗം യൂട്യൂബിൽ കിടപ്പുണ്ട്. ആവശ്യമുള്ളവർ അത് കണ്ടാൽ മതി. മാലാഖമാരുടെ സഹായം ശക്തമാണ്. യെശയ്യാ 37:36 വചനം എങ്ങനെയാണ്? കർത്താവിന്റെ ദൂതൻ അസീറിയക്കാരുടെ പാളയത്തിൽ കടന്ന് 1,80,000 പേരെ വകവരുത്തി. കർത്താവിന്റെ ഒരു ദൂതൻ അസീറിയക്കാരുടെ ശത്രുവിന്റെ പാളയത്തിൽ കടന്ന് 1,80,000 പേരെ വകവരുത്തി. അതുകൊണ്ട് മാലാഖമാരുടെ സഹായം ദൈവമക്കൾ ചോദിക്കണം. മാലാഖമാരുടെ സഹായം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു ശക്തമായ ഓർമ്മയുള്ളത്, ഞാൻ ഒരു ചെറുപ്പക്കാരൻ, അവന് ഒത്തിരി പ്രശ്നത്തിലൊക്കെ ആയിരുന്നു, വലിയ ബുദ്ധിമുട്ടിലായിരുന്നു. അവൻ വലിയ ഒരു പ്രകോപനത്തിലും പ്രശ്നത്തിലും ഒക്കെ ആയിരുന്നു, വലിയ ഉപദ്രവകാരിയായിരുന്നു. ദൈവം ഇടപെട്ടു. ധ്യാനമൊക്കെ കൂടി. ധ്യാന കേന്ദ്രത്തിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞു, വണ്ടി സർവീസ് കഴിഞ്ഞ് ഇറങ്ങിയ പോലെ ഉണ്ടെന്ന് പറഞ്ഞു. അവന്റെ നാടൻ ഭാഷയിൽ വണ്ടി സർവീസ് കഴിഞ്ഞ് ഇറങ്ങിയ പോലെ. അങ്ങനെ അവൻ വന്നു എടുക്കാനായി. അങ്ങനെ കർത്താവ് അവന്റെ കല്യാണമൊക്കെ നടത്തി കൊടുത്ത് കല്യാണത്തിന്റെ സാഹചര്യം ഒരുങ്ങി. അന്നേരമാണ് ഇതാ ഒരു വില്ലൻ പ്രത്യക്ഷപ്പെടുന്നത്. ഇവന്റെ സഹോദരൻ. ആ സഹോദരൻ വീട്ടിൽ വന്നിട്ട് അവനൊരു കലാപകാരിയാണ്. അവനെ ആർക്കും അടക്കി നിർത്താൻ പറ്റില്ല. ആർക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിൽ നിന്ന് പിശാച് ബാധത്തിനെ കുറിച്ച് ബൈബിളിൽ പറയുന്നു. എന്ന് പറഞ്ഞ പോലെയാണ് അവൻ അപകടകാരിയാണ്. ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അവൻ വന്നിട്ട് പറഞ്ഞു, എന്റെ പൊന്നു ചേട്ടു, ചേട്ടൻ കെട്ടണമെങ്കിൽ എന്റെ ശവത്തി ചവിട്ടി പോണം. മലയാളിക്ക് ഇപ്പൊ ആ ലാംഗ്വേജ് സുപരിചിതമാണ്. എന്റെ നെഞ്ചത്ത് ചവിട്ടി പൊക്കോ വേണം. അപ്പൊ ഇവൻ പറയാണ്, എന്റെ ശവത്തി എന്ന് പറഞ്ഞാൽ നിനക്ക് കെട്ടണമെങ്കിൽ എന്നെ കൊല്ലണം. എന്താണ് അനിയന് ചേട്ടനോടുള്ള വൈരാഗ്യം? അനിയൻ പറയുന്നത്, ഇപ്പോ എനിക്ക് വസ്തു ഭാഗം ചെയ്ത് ഇത്രയും വസ്തു തരിക, എന്നിട്ട് നീ കെട്ടിക്കുന്നു. അല്ലാതെ നീ കെട്ടാന്ന് വിചാരിക്കും. വലിയ പ്രശ്നമായി. അപ്പൊ ഈ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ അവനേക്കാൾ വലിയ കലാപകാരിയാണ് ഞാൻ. അച്ഛനതറിയാലോ. ഞാൻ പറഞ്ഞു, എനിക്ക് നല്ലപോലെ അറിയാം. നീ കലാപമൊന്നും ഉണ്ടാക്കരുത്. കല്യാണം വരാൻ പോവാണ്. ഇനി ഞാന് ചെന്ന് പിതാവിനോട് പറഞ്ഞപ്പോ പിതാവ് പറഞ്ഞു, ഞാൻ വരാന്ന് പറഞ്ഞു അവനെ കെട്ടിക്കാൻ. ഞാനായിരുന്നെങ്കിൽ നാണക്കേട് ഞാൻ കണ്ടാ മതി. ഇത് തിരുവനന്തപുരത്തു നിന്ന് പിതാവിനെ വിളിച്ച് വരുത്തി ഈ നാണക്കേട് ദൈവമേ എന്ത് പ്രശ്നം, ഞാൻ ആകെ വിഷമിച്ചിരിക്കണം. അപ്പൊ എന്റെ മനസ്സിൽ ഞാൻ ബ്രദറിനോട് പറഞ്ഞു, ബ്രദറെ എനിക്ക് എന്റെ മനസ്സിൽ ഒരു ആശയമുണ്ട്. അതായത് ഞാൻ ഈ അനിയൻ അവനെ ആരും തിരിഞ്ഞു നോക്കാതെ കിടന്ന സമയത്ത്, ഇവൻ പട്ടിണി കിടന്ന സമയത്ത്, അവന് ജോലിക്ക് പോകാൻ പറ്റാതെ അവന്റെ കാലയിൽ ഒരു മെഷീൻ വന്ന് വീണ് അവൻ കാലൊക്കെ ഇങ്ങനെ പഴുത്ത് വീട്ടിൽ ഇങ്ങനെ കാലം നീട്ടി പട്ടിണി ഇരുന്ന സമയത്ത് ആരും അറിയാതെ ഞാൻ ഇവൻ അരി സാധനം വാങ്ങിച്ചു കൊടുക്കാൻ പോയിട്ടുണ്ട്. അപ്പൊ എനിക്കൊരു വിശ്വാസമുണ്ട്, ഞാൻ പറഞ്ഞ ഇവർക്ക് ചേട്ടൻ ഇത് അറിയില്ല, ഞാൻ ഈ അനിയനെ ഇങ്ങനെ സഹായിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, നീ വിഷമിക്കൊന്നും വേണ്ട, അതൊക്കെ ശരിയാക്കാം. രാഷ്ട്രീയക്കാരിടപെട്ടു നടക്കുന്നില്ല, പോലീസ് ഇടപെട്ടു നടക്കുന്നില്ല. ഇവൻ വന്ന് വണ്ടിയൊക്കെ അടിച്ച് തകർത്തു, വീടൊക്കെ അടിച്ച് തകർത്തു, ആകെ പ്രശ്നം. ഞങ്ങളന്ന് തേശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മരിയൻ കൺവെൻഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അന്ന് എന്തോ ഒരു ആവശ്യത്തിന് വട്ടായിലിച്ചനെ വിളിച്ചപ്പോ ഇങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ ഞാൻ അച്ഛനോട് പറഞ്ഞു, എന്റെ അച്ഛാ ഞാനൊരു വലിയ തലവേദനയാണ്. അപ്പൊ അച്ഛൻ, ഞാൻ പറഞ്ഞു, അച്ഛൻ ഒന്ന് പ്രാർത്ഥിക്കണേ, ഇവന് ഇത് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, എന്താ സംഭവിക്കുന്നത് അറിയാൻ പാടില്ല. അപ്പൊ അച്ഛൻ പറഞ്ഞു, അച്ഛൻ പേടിക്കൊന്നും വേണ്ട, അച്ഛൻ പ്രാർത്ഥിക്കുക, കർത്താവ് ഒരു ദൂതനെ വിട്ടാ പോരെ, അല്ല 2 ദൂതന്മാരെ വിട്ടാ പോരെ. അച്ഛൻ അങ്ങനെ പറഞ്ഞു, 2 ദൂതന്മാരെ വിട്ടാ പോരെ. ഞാൻ പറഞ്ഞു, 2 വേണ്ട, ഒരു 1/2 ദൂതം പോലും വേണ്ട ഇവനെ കൈകാര്യം ചെയ്യാൻ. അപ്പൊ ഞാൻ ഇവനെ വിളിച്ചപ്പോ എന്റെ ഫോൺ എടുത്തിട്ട് പറയാണ്, അച്ഛാ സഹായിച്ചതിന്റെ കണക്ക് പറഞ്ഞ് ഞാൻ കളിക്കുന്നില്ല, സഹായിച്ചതിന്റെ കണക്ക് പറഞ്ഞ് എന്നെ ശാന്തനാക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഞാൻ അച്ഛനോട് പറയുന്നു, ഞാനൊരു മനസാക്ഷി ഇല്ലാത്തവനാണ്. ഞാൻ അച്ഛൻ പറഞ്ഞാൽ, അച്ഛൻ എന്നല്ല അച്ഛൻ പറഞ്ഞാലും ഞാൻ കേൾക്കില്ല. ഫോൺ കട്ടായി. ഇനിയിപ്പം ദൂതനെ രക്ഷയുള്ളൂ. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ബലി അർപ്പിച്ചപ്പോ, അന്നാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു കേസ് കെട്ടിൽ ദൂതന്മാരെ വിളിക്കുന്നത്. ബലി അർപ്പിച്ചപ്പോ ആ ബലി മധ്യേ വിശുദ്ധ മീഖായേല് കർത്താവിന്റെ ബലിയുടെ യോഗ്യതയാൽ
ഞങ്ങൾ അപേക്ഷിക്കുകയാണ്, ഈ വിഷയത്തിൽ അങ്ങ് ഇടപെടണം. കല്യാണം അടുത്ത ദിവസം, തലേ ദിവസം. എനിക്ക് ഇന്നും ഇത് അത്ഭുതമാണ്. തലേ ദിവസം വീട്ടിലേക്ക് വരുന്നു, അനിയൻ വീട്ടിലേക്ക് വരുന്നത് വാവിട്ട് കരഞ്ഞുകൊണ്ടാണ്. ചേട്ടാ, ചേട്ടന്റെ കല്യാണം ഞാൻ മുടക്കുമോ? ഞാൻ നല്ല അനിയനല്ലേ, ചേട്ടൻ നല്ല കുടുംബജീവിതം നയിക്കണം, അതാണ് എന്റെ പ്രാർത്ഥന. ഈ ചേട്ടൻ എന്റെ അടുത്ത് പറയണം, അച്ഛാ എന്തോ അച്ഛാ സംഭവിക്കുന്നത്, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവൻ കരഞ്ഞോട് നടക്കാൻ. ഞാൻ പറഞ്ഞു, അവൻ കരഞ്ഞോട് നടക്കട്ടെ, നീ അവനെ സമാധാനിപ്പിക്കാൻ പോരുത്. സമാധാനം കിട്ടിയ അവൻ പിന്നെ വില്ലാളി പേരായിട്ട് തിരിച്ചു. എനിക്ക് ഇന്നും ഇത് അത്ഭുതമാണ്. അതായത് ആ കല്യാണം ദൈവമേ എത്ര മനോഹരമായിട്ട് കർത്താവ് നടത്തി. ദൂതന്മാർ ഇറങ്ങി വരട്ടെ. ഒന്ന് കണ്ണടച്ചേ, നിങ്ങളുടെ വീട്ടിലേക്ക് ദൂതന്മാരെ വിളിക്കാം. ഒന്ന് കണ്ണടച്ചേ, ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചാൽ മതി. നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ, ഭൗതിക ജീവിതത്തിൽ ദൂതന്മാർ ഇറങ്ങി വരണം. ഞാൻ പറഞ്ഞു തരുന്ന പോലെ പ്രാർത്ഥിക്കണം. പിതാവായ ദൈവമേ, പുത്രനായ യേശുവിന്റെ നാമത്തിൽ സമാധാനത്തിന്റെയും അനുഗ്രഹത്തിന്റെയും മാലാഖയെ എന്റെ വീട്ടിലേക്ക് അയക്കണമേ. പിതാവായ ദൈവമേ, പുത്രനായ യേശുവിന്റെ നാമത്തിൽ സമാധാനത്തിന്റെയും അനുഗ്രഹത്തിന്റെയും മാലാഖയെ എന്റെ ദുരിതത്തിലേക്ക് ഇപ്പോൾ അയക്കണമേ. പിതാവായ ദൈവമേ, യേശുവിന്റെ നാമത്തിൽ സമാധാനത്തിന്റെയും അനുഗ്രഹത്തിന്റെയും മാലാഖയെ എന്റെ വീട്ടിലേക്ക് ഇപ്പോൾ അയക്കണമേ. മീഖായേലേ, ഗബ്രിയേലേ, റഫായേലേ, മുഖ്യദൂതന്മാരെ, ക്രോവേന്മാരെ, സ്രപ്പന്മാരെ, ജ്ഞാനാധികരെ, ഭദ്രാസനരെ, അധികാരികളെ, താത്വികന്മാരെ, ബലവാന്മാരെ, മുഖ്യദൂതന്മാരെ, ദൈവദൂതന്മാരെ, ഇറങ്ങി വരണമേ, ഇറങ്ങി വരണമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, കൂടെ പ്രാർത്ഥിച്ചോണം. കർത്താവ് കാലഘട്ടത്തെ വെളിപ്പെടുത്തി തന്ന പ്രാർത്ഥനകളിൽ ഒന്നാണിത്. ദൈവം ഒരു ദൈവ വ്യക്തിക്ക് വെളിപ്പെടുത്തി കൊടുത്തൊരു പ്രാർത്ഥനയാണ്. സമാധാനത്തിന്റെയും, അത് വിശുദ്ധ കുർബാനയിലുണ്ട്, അറിയാമോ? സീറോ മലബാർ കുർബാനയിലുള്ള പ്രാർത്ഥന ഇത്. സമാധാനത്തിന്റെയും അനുഗ്രഹത്തിന്റെയും മാലാഖ അയക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അത് പിന്നെ ബോധമില്ലാതെ കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും വെളിവില്ലാതെ നിൽക്കുന്നതുകൊണ്ട് അറിയത്തില്ല. നിങ്ങൾ ഇങ്ങനെ വെളിവില്ലാതെ നിൽക്കുന്നതുകൊണ്ടാണ് നിങ്ങളുടെ കുർബാനയിൽ ഇങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട്, ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ. അത് കേട്ടിട്ടുണ്ടോ? ആ സമാധാനം നമ്മൾ ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുക. അതായത് ഹൃദയമില്ലാതെ ഇങ്ങനെ എല്ലാം കൂടെ നിന്ന് അങ്ങനെ നിൽക്കുന്നുണ്ടാണ്. സമാധാനത്തിന്റെയും അനുഗ്രഹത്തിന്റെയും മാലാഖയെ അയക്കണമേ. അവരൊക്കെ പറഞ്ഞേ, സമാധാനത്തിന്റെ അനുഗ്രഹത്തിന്റെയും മാലാഖയെ അയക്കണമേ. അപ്പോ പറയണ 8-ാം വാക്യം, കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ, അവിടുത്തെ ആശ്രയിക്കുന്നവർ ഭാഗ്യവാൻ. അത് ഒന്ന് പറഞ്ഞാൽ മതി. ഉറക്കെ പറഞ്ഞു, കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. വചനം പറയുകയാണ്, കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ, അവിടുത്തെ ആശ്രയിക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവിന്റെ വിശുദ്ധരെ അവിടുത്തെ ഭയപ്പെടുവിൻ, അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവില്ല. 10-ാം വാക്യം എല്ലാവർക്കും അറിയാം, വിശദീകരിച്ചിട്ടുണ്ട് നേരത്തെ. സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ വിശന്ന് വലഞ്ഞേക്കാം, കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. മക്കളെ, ഞാൻ പറയുന്നത് കേൾക്കുവിൻ, ദൈവഭക്തി ഞാൻ നിങ്ങളെ പരിശീലിപ്പിക്കാം. അത് പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. 12-ാം വാക്യം, ജീവിതം ആഗ്രഹിക്കുകയും സന്തുഷ്ടമായ ദീർഘായുസ് അഭിലഷിക്കുകയും ചെയ്യുന്നുവോ, തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജ ഭാഷണത്തിൽ നിന്ന് അധരങ്ങളെയും സൂക്ഷിച്ചുകൊള്ളുക. ഈ ഉപദേശത്തോടെ നമുക്ക് നിർത്താം. അതായത് ഇത് വിശദീകരിക്കാൻ പോവാണ്. നല്ല നാളെ വേണോ, ജീവിതം അനുഗ്രഹമാവണോ? വചനം പറയുകയാണ്, തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജഭാഷണത്തിൽ നിന്ന് അധരത്തെയും സൂക്ഷിക്കണം. ജെറമിയ 15:19 വചനം പറയുന്നു, നീ വില കെട്ടവ പറയാതെ
സദ്വചനങ്ങൾ മാത്രം ഉച്ചരിച്ചാൽ നീ എന്റെ നാവ് പോലെയാണ്. നീ വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം ഉച്ചരിച്ചാൽ നീ എന്റെ നാവ് പോലെയാണ്. ഞാൻ എന്റെ കൂടെയുള്ള ഒരു അച്ഛൻ കോഴിയെ വളർത്തിയ കഥ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? പറഞ്ഞാലും നിങ്ങൾ പറഞ്ഞില്ലെന്നേ പറയും. അതായത് ഞാൻ എന്റെ പൗരോഹിത്യത്തിന്റെ ആദ്യത്തെ വർഷങ്ങൾ, ഒരു 2 വർഷം കഴിഞ്ഞിട്ട് ഞാനൊരു സ്ഥലത്ത് ചെന്നു. അപ്പൊ എന്റെ കൂടെ ഒരു അച്ഛനും കൂടെ ഉണ്ട്, ഒരു അച്ഛനും. അപ്പൊ ഞാൻ വലിയച്ഛൻ, മറ്റേത് കൊച്ചച്ഛൻ. അപ്പോ ഞാനിങ്ങനെ ധ്യാനത്തിന് പോകും. മറ്റേ അച്ഛന് ആ കാലഘട്ടത്തിൽ ധ്യാനത്തിനൊന്നും താല്പര്യമില്ല. അപ്പൊ ഞാൻ അച്ഛനെ വിളിക്കാം, അച്ഛാ നമുക്ക് ഒരുമിച്ച് വാച്ചാ. ഞാൻ വരുന്നില്ല. എന്നാ പിന്നെ ഞാൻ വരണ്ടെന്ന് ഞാൻ പറയും. അങ്ങനെ അച്ഛൻ അവിടെ തന്നെ ഇരിക്കും. അപ്പൊ ഒരു ദിവസം എന്റെ അടുത്ത് വന്ന് പറയാണ്, എനിക്ക് മടുത്തു. ഞാൻ പറഞ്ഞു, അതിനെ മടുത്ത, ഇവിടെ ഒന്നും ചെയ്യാനൊന്നും ഇല്ല. ശരിയാ, എല്ലാം കൂലിപ്പണിക്കാരായ ആളുകൾ, എല്ലാവരും പകല് ജോലിക്കൊക്കെ പോകും. അപ്പൊ പ്രത്യേകിച്ച് പകല് പണിയൊന്നും ഇല്ല. വൈകുന്നേരങ്ങളൊക്കെ വീടുകളിൽ പോയ ആളുകളെ കാണാം. പിന്നെ സന്ധ്യയൊക്കെ ആയതുകൊണ്ട് അങ്ങനെ വീടുകളിൽ നിന്നും പോയി ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അച്ഛൻ ഫ്രീ ആണ്, ഞായറാഴ്ച ഉള്ളു പണി. അപ്പൊ അച്ഛൻ പറയാണ്, ഞാനിങ്ങനെ ഇരുന്ന് മടുത്തു. ഞാൻ പറഞ്ഞു, ധ്യാനത്തിന് വാ. ഞാൻ വരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, അച്ഛൻ എന്തെങ്കിലും എന്നാ പിന്നെ പകൽ എന്തെങ്കിലും പോയി പഠിക്കുവോ, ഇനി വേറെ എവിടെങ്കിലും ശുശ്രൂഷകളെടുത്ത് പോയി സഹായിക്കുവോ, അല്ലെ കുമ്പസാരിപ്പിക്കാൻ പോവോ, എന്തെങ്കിലുമൊക്കെ ചെയ്യും. അച്ഛൻ എൻഗേജഡ് ആവും. അപ്പൊ അച്ഛൻ പറയാണ്, എനിക്ക് ഞാൻ മഠത്തിൽ കുർബാനയ്ക്ക് ചെന്നപ്പോ അവിടുത്തെ മഠത്തിൽ ഈ വലിയ പാത്തക്കോഴി, ഞാൻ അതിനെ വളർത്താൻ പോകാം. ഞാൻ പറഞ്ഞാൽ അച്ഛന് നല്ല പറ്റിയ പണിയാണ് കോഴി വളർത്താൻ. ഞാൻ പറഞ്ഞു, വേറെ പണിയൊന്നും വെച്ചേ, ഇതുണ്ടല്ലോ ഇങ്ങനെ ഒരു വൃത്തികെട്ട സ്വരമാണ് അതിന്. പിന്നെ അത് കുത്തും. ഞാൻ മടത്തി പോകുമ്പോഴൊക്കെ അതെന്നെ ഓടിച്ചിട്ട് കൊത്താൻ വരുന്നതാണ്. ഇത് കണ്ടിട്ടാന്ന് തോന്നുന്നു അതിങ്ങനെ കൊത്താൻ വരിക. അപ്പൊ ഞാൻ പറഞ്ഞ, അച്ഛാ അതൊക്കെ വൃത്തികെട്ട ജീവികളാണ്, അതിനെയൊന്നും വളർത്തരുത്. അച്ഛൻ പറഞ്ഞു, ഞാനവിടെ ചെന്നപ്പോ സിസ്റ്റർ ഇത്ര വലിപ്പമുണ്ടോ പറഞ്ഞു മുട്ടയ്ക്ക്. ഈ മുട്ട കണ്ടിട്ടാണ് കേട്ടോ പിന്നെ ഇത് വളർത്താൻ പോകുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു, കൊച്ചച്ഛനല്ലേ വളർന്നു വരുമല്ലേ, അതിനെ തടസ്സപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും ചെയ്യും. ഞാൻ പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നമുക്ക് തന്നെ ഇവിടെ ഭക്ഷണം ഇല്ല, നമ്മൾ ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കുകയാണ്. അച്ഛൻ അറിയാലോ. അതുകൊണ്ട് അച്ഛൻ അതിന് ഭക്ഷണം കൊടുത്തോണം. അച്ഛൻ വാങ്ങിക്കുമ്പോ അതിനോടുള്ളത് വാങ്ങിച്ചോണം. നമ്മൾ പല ദിവസവും പട്ടിണിയാണ്. കോഴിയെ പട്ടിണി കിട്ടരുത്, മൃഗങ്ങളുടെ ശാപമൊക്കെ ഫലിക്കും. അതുകൊണ്ട് അതിനൊക്കെ ഭക്ഷണം കൊടുക്കണം. അതൊക്കെ ഞാൻ ആഹാരം കൊടുത്തോണം എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ബൈക്കിന് പോയ അച്ഛൻ ഇങ്ങോട്ട് ഓട്ടോറിക്ഷയിൽ 4 കോഴിയായിട്ട് വന്നിട്ട് ഈ അച്ഛനുണ്ടല്ലോ ഇതിനെ വളർത്തും. പിറ്റേ ദിവസം മുതൽ അച്ഛൻ എന്നോ സന്തോഷമാണ്. ഇതിനെല്ലാം വളർത്തി ഇങ്ങനെ ഇതിങ്ങനെ നടക്കും. അച്ഛൻ ഇതിനെ പുറകെ നടക്കും, തീറ്റി കൊടുക്കുന്നു. അങ്ങനെ ആഴ്ചകൾ കഴിഞ്ഞു. എല്ലാ ദിവസവും കോൺവെന്റ് കുർബാനയ്ക്ക് ചെല്ലുമ്പോൾ സിസ്റ്റർ വലിയ മുട്ട എടുത്ത് കാണിക്കും. അച്ഛന്റെ കോഴി മാത്രം ബാരൻ വന്ധ്യ. അപ്പൊ എന്നും അതിനോട് പറയും, ഇതെന്നാണോ എന്തോ ഇവിടുത്തെ കാറ്റടിച്ചിട്ടാണോ, ഓരോരുത്തരുടെ പ്രാക്കായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞ അങ്ങനൊന്നും അല്ല, ഇത് ദൈവഹോമമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാ ദിവസവും കോൺവെന്റ് ചെല്ലുമ്പോ സിസ്റ്റർ ഇങ്ങനെ മുട്ട കാണിച്ചോണ്ടിരിക്കും. അങ്ങനെ അച്ഛനാകെ. അപ്പൊ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഭയങ്കര പ്രാർത്ഥനക്കാരൊക്കെ അല്ലേ, ഒന്ന് പ്രാർത്ഥിക്കുമോ ചോദിച്ചു. ഞാൻ പറഞ്ഞ, ഇവിടെ RCC ക്യാൻസർ പിടിച്ച അമ്മച്ചി കിടന്നിട്ട് ഇവിടെ പ്രാർത്ഥിക്കാൻ സമയമില്ല, അന്നേരമാണ് ഇവിടെ കോഴി മുട്ടയിടുന്നത്. അപ്പൊ ഇങ്ങനെ പെട്ടെന്ന് ദേഷ്യപ്പെട്ടങ്ങ് പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരച്ഛൻ, പ്രായമുള്ളൊരച്ഛൻ, MC റോഡിന്റെ സൈഡിലുള്ള ഒരു പള്ളിയാണ്. അച്ഛന്മാരൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് യാത്രയ്ക്ക് പോകുമ്പോൾ അവിടെ കയറുമായിരുന്നു. അങ്ങനെ അച്ഛൻ കയറിയതാണ്. കയറിയിട്ട് ഈ അച്ഛനും കൊച്ചച്ഛനോട് ഭയങ്കര വർത്താനം. ആ സംസാരത്തിന്റെ ഒടുവില് ഇവര് കോഴി വിഷയത്തിലെത്തി. മറ്റേ അച്ഛന് ഈ വിഷയം ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും തമ്മിൽ ഭയങ്കര സംസാരം. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഇവര് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ട് ഇതിനെ കുറിച്ച്, ഇതിന്റെ ജാതി, ജനസ്, ഇതിന്റെ ഗോത്രം, വർഗം, ദേശം ഇതെല്ലാം പറഞ്ഞ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഈ അച്ഛൻ സങ്കടത്തോട് പറഞ്ഞു, മുട്ട ഇടുന്നില്ല. അച്ഛൻ പറഞ്ഞു, മുട്ട ഇടുന്നില്ലേ? ഈ നാട്ടിലെ ഏറ്റവും വലിയ ക്രമസമാധാന പ്രശ്നം. അച്ഛൻ പെട്ടെന്ന് അതിന്റെ സീരിയസ് ആയിട്ട് ഉത്തരവാദിത്തം, മുട്ടയിടുന്നില്ല. ഇല്ല ചോ, കോൺവെന്റിൽ എന്നും മുട്ടയിടുക. അപ്പോ അച്ഛൻ പറഞ്ഞു, അരി ഇരിപ്പുണ്ടോ ചോദിച്ചു. ഒരു ചാക്ക് അരി ഇരിപ്പുണ്ടോ? ഒരു ചാക്കൊന്നും വേണ്ട, ഒരുപടി അരി എടുത്തിട്ടേ. അപ്പൊ ഈ അച്ഛൻ മുറ്റത്തുനിന്ന് അരി എടുക്കാൻ പോവാണ്. എന്റെ മുറി ഇവിടാണ്. എന്നെ ഇങ്ങനെ നോക്കി
പുച്ഛത്തോടെ. എന്നിട്ട് അരിയെടുക്കാൻ പോയി. അരിയെടുത്തിട്ട് തിരിച്ചു വരുമ്പോഴും എന്നെ ഇങ്ങനെ പുച്ഛത്തോടെ നോക്കിയിട്ടാണ് അരി കൊണ്ടുവന്നു. അപ്പൊ ഞാൻ പതുക്കെ എഴുന്നേറ്റ് എന്താ സംഭവിക്കുന്നതെന്ന് അറിയണ്ടേ. അപ്പൊ ഞാനും വെളിയിൽ ഇങ്ങനെ ഇറങ്ങി വന്ന് ഇവരുടെ കൂടെ ഇങ്ങനെ ഒന്നും അറിയാത്ത പോലെ നിൽക്കണം. അപ്പൊ മറ്റേ പ്രായമുള്ള അച്ഛൻ വല്യച്ഛൻ എന്ത് ചെയ്തു, ഈ അരി വാങ്ങിച്ചിട്ട് ഈ കോഴിയെല്ലാം വിളിച്ചത് ഇങ്ങനെ അടുത്ത് വന്ന് നിൽക്കുമ്പോ എന്നെ കണ്ടാ നിങ്ങൾ കുത്തും. അപ്പോ അടുത്ത് വന്ന് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അച്ഛനീ കർത്താവേ അരി ഇട്ട് കൊടുത്തു. വ്യാഴാഴ്ച മുട്ടയിട്ടോ. അപ്പൊ ഞാൻ വല്യച്ഛൻ കാണാൻ പാടില്ലല്ലോ. മറ്റേ അച്ഛൻ എന്നെങ്ങനെ വല്യച്ഛൻ പോയി. അപ്പൊ ഈ അച്ഛൻ ഭയങ്കര എന്തോ സാഹസികമായി നേടിയെടുത്ത വിധത്തിൽ എന്റെ കൊച്ചച്ഛൻ ഇങ്ങനെ നടക്കുമ്പോൾ ഞാൻ പറഞ്ഞു, വ്യാഴാഴ്ച എനിക്ക് 3 പ്രോഗ്രാം ഉണ്ടായിരുന്നു, 3 ഞാൻ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. മുട്ട തിന്നാൻ ആരെങ്കിലും വേണ്ട ഇവിടെ. ഈ അച്ഛന് കല്യാണം. ചൊവ്വ ബുധൻ വ്യാഴം. വ്യാഴാഴ്ച രാവിലെ എന്റെ മുറിയുടെ വാതുക്കൽ ഈ അച്ഛനെ എന്റെ ചങ്കിടിഞ്ഞ് വയറ്റിപ്പോയ ദിവസമാണ്. എന്റെ മാനാഭിമാനങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ട ദിവസമാണ്. കാരണം മറ്റേ അച്ഛൻ പറഞ്ഞ പോലെ ഇതാ വ്യാഴാഴ്ച ഇത് മുട്ടയിട്ടിരിക്കുന്നു. എനിക്ക് ആ കോഴിയോട് പിന്നെ ഭയങ്കര വൈരാഗ്യമായിരുന്നു. അതായത് അച്ഛൻ പറയാണ് അരി എടുത്തിട്ട് മര്യാദയ്ക്ക് മുട്ടയിട്ടോ വ്യാഴാഴ്ച. എന്റെ ദൈവമേ, എന്താ ഇത്? നീ വില കെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം ഉച്ചരിച്ചാൽ നീ എന്റെ നാവ് പോലെയാ. എനിക്കതൊരു നല്ല ലെസണായിരുന്നു. അതായത് ഒരു അച്ഛൻ പറയാണ് കോഴിയോട് തേഴ്സ്ഡേ സംഭവിച്ചു. ജീവിതം ആഗ്രഹിക്കുകയും സന്തുഷ്ടമായി ദീർഘായുസ്സ് അഭിലഷിക്കുകയും ചെയ്യുന്നു. തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജഭാഷണത്തിൽ നിന്ന് അതരത്തെയും സൂക്ഷിക്കണം. അതായത് നല്ല ജീവിതം ഉണ്ടാവാൻ എന്തെന്നറിയാമോ? നിങ്ങളെ ആരും വിധിക്കാതിരിക്കാൻ നിങ്ങൾ ആരെയും വിധിക്കരുത്. നിങ്ങളെ ആരും കുറ്റം പറയാതിരിക്കാൻ നിങ്ങൾ ആരെയും കുറ്റം പറയരുത്. നിങ്ങളെ ആരും നിന്ദിക്കാതിരിക്കാൻ നിങ്ങൾ ആരെയും നിന്ദിക്കരുത്. പ്രത്യേകിച്ച് മനുഷ്യര് തകർച്ച ഉണ്ടാവുമ്പോ അതിനെക്കുറിച്ച് കമന്റ് ഒന്നും പറയരുത്. മനുഷ്യരുടെ ആപത്ത് വരുമ്പോ അതിനെക്കുറിച്ച് വിധി പറയരുത്.